കഴിഞ്ഞ ദിവസം വീട്ടിൽ ടാപ്പിൽ വെള്ളം തീർന്നുപോയി. അപ്പോഴാണ് എവിടെ പൈപ്പ് ആരോ അറിയാതെ തുറന്നിട്ട് അത് കാരണം ടാങ്കിൽ വെള്ളമൊക്കെ തീർന്നു പോയി. അപ്പോൾ ഒരു കൃത്യസമയത്ത് മാത്രമേ വെള്ളം കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മോട്ടർ ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയം വരെ നമ്മൾ കാത്തു നിൽക്കണമല്ലോ വെള്ളം കിട്ടണമെങ്കിൽ. അപ്പോൾ ഞാൻ വീട്ടിലെ ടാങ്കിൻ്റെ കപ്പാസിറ്റി കൂട്ടാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് സത്യത്തിൽ വീട്ടിലെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ് നമ്മൾ ആലോചിക്കണത്. ഇപ്പോൾ 750 ലിറ്ററിൻ്റെ ചെറിയൊരു ടാങ്കാണ്, അങ്ങനത്തെ 2 ടാങ്കാണ്. അപ്പോൾ 1500 ലിറ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ദിവസം ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ 7000 ലിറ്റർ ബ്ലഡ് നമ്മുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കണം. അഥവാ 7000 ലിറ്റർ ഹൃദയം പമ്പ് ചെയ്യണം. 5 ലിറ്റർ ബ്ലഡേ നമ്മളെ ശരീരത്തിലുള്ളൂ. പക്ഷേ അത് ഒരു മിനിറ്റിൽ 72 അല്ലെങ്കിൽ 80, 60 പ്രാവശ്യം പമ്പ് ചെയ്താണ് 7000 ലിറ്റർ ബ്ലഡ് ഒരു ദിവസം ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട്. 7000 ലിറ്റർ. നിങ്ങളെ വീട്ടിൽ അങ്ങനെ 7000 ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടോ? അപ്പോൾ ഞാൻ ആലോചിച്ചെന്താ അറിയോ, ആ 7000 ലിറ്റർ ഒരു ദിവസം പമ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്ര കറണ്ടും ബില്ല് കൊടുക്കേണ്ടി വരും? അങ്ങനത്തെ ഒരു മോട്ടർ നമ്മുടെ ഹൃദയത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ ചെറിയ ആവശ്യത്തിനുള്ള ഒരു വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടറിന് എത്ര വലുപ്പമുണ്ട്. പക്ഷെ 7000 ലിറ്റർ ബ്ലഡ് ഒരു ദിവസം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിലെ മോട്ടർ, അതിൻ്റെ വലുപ്പം എത്രയാണ്? അതിൻ്റെ കറണ്ട് എവിടുന്നാണ്? ന്യൂട്ടൻ്റെ നിയമമുണ്ടല്ലോ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. ആ ഊർജം എവിടെ നിന്ന് വരുന്നു? 7000 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള കറണ്ട് എവിടെ നിന്ന് വരുന്നു? ആ കൈനറ്റിക് എനർജി എവിടെ നിന്ന് വരുന്നു? ഇതിനൊക്കെ ഇവിടുത്തെ ആളുകൾ ഉത്തരം പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കണം. ഇത്രയും ബൃഹത്തായ ഒരു സംവിധാനം. ആ ഹൃദയം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു അവയവം, നമ്മളൊരു കൈയിൻ്റെ പിടിൻ്റെ അത്ര ഉള്ള ഹൃദയം. ഇത്രയും എനർജി എവിടെ നിന്ന് വരുന്നു അല്ലേ? ഇത്രയും കറണ്ട് എവിടുന്നേ വരുന്നേ? അപ്പോൾ അതിനൊരു സംവിധാനമുണ്ട്. കറണ്ടാണ് പേസ് മേക്കർ അല്ലേ? അതിൻ്റെ പേസ് മേക്കർ ഉണ്ട്. ആ കറണ്ട് എൻ്റെ മോട്ടർ കേടെന്നാൽ നമ്മൾ ബാറ്ററി മാറ്റി പേസ് മേക്കർ ഫിറ്റ് ചെയ്യും അല്ലേ? വാൽവിന് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ വാൽവ് മാറ്റി വെക്കും. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവുണ്ട് എന്ന തിരിച്ചറിവുണ്ട്. ഈ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്. ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം. അതിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 1, 2, 3 സ്റ്റെൻഡ് ഇടാം. നമ്മളെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ശരിയല്ലെങ്കിൽ നമുക്ക് പേസ് മേക്കർ പുതിയത് ഫിറ്റ് ചെയ്യാം. വില കൂടിയ നല്ല പേസ് മേക്കർ, ദീർഘകാലം നിൽക്കുന്ന പേസ് മേക്കർ വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം അല്ലേ? എല്ലാം ഇപ്പോൾ ബ്ലോക്ക് 3 കോയിലും ബ്ലോക്കാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ പ്രശ്നമാണ്. ബൈപ്പാസ് ചെയ്യാം, അപ്പോൾ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ബൈപ്പാസ് ചെയ്ത ഒരു ഹൃദയം അത് മിടിക്കണമെങ്കിൽ ആ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്.
നമുക്ക് ഭൗതികമായ ഏത് കാര്യങ്ങളും നമുക്ക് ഇടപെടാൻ പറ്റും. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് അതിൻ്റെ പിന്നിൽ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അള്ളാഹുവിനെ അറിയുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കഴിവ്, ശക്തി, ആ അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും ഒരാൾ തിരിച്ചറിയുമ്പോഴാണ് എന്ത് ചെയ്യാം, ആ അള്ളാഹുവിലേക്ക് നമ്മൾ ആവശ്യക്കാരനായി വരാം. ആ അള്ളാഹുവിൽ നമ്മൾ അഭയം പ്രാപിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ ദിവസങ്ങളായിട്ട് യുദ്ധത്തിൻ്റെ ഒരു കോലാഹലമായിരുന്നു. മലയാള ചാനലുകളൊക്കെ കംപ്ലീറ്റ് യുദ്ധം അങ്ങനെ ആഘോഷിക്കുന്നു അല്ലേ. ഇറാൻ അങ്ങനെ ചെയ്തു, അമേരിക്ക അങ്ങനെ ആക്കണ്ടേ, ഒരു കേട്ടാൽ തോന്നുന്നു ഇപ്പം ആകെ പൊട്ടിത്തകരുന്ന്. ഇപ്പോൾ അതൊക്കെ വിട്ട് ഇപ്പോൾ പാമ്പാ തോന്നണ്, ഇപ്പോൾ പാമ്പടി. എന്തായാലും ആ യുദ്ധത്തിൻ്റെ ഒരു ഭീതി മാറിയ സന്ദർഭത്തിൽ ഇപ്പോൾ മരണങ്ങളുടെ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. കുറേ വലിയ വലിയ അപ്രതീക്ഷിതമായ മരണങ്ങൾ. അപ്പോൾ ആ യുദ്ധം നടക്കുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നു നമ്മളിവിടെ എന്തായാലും ഈ കേരളത്തിൻ്റെ മൂലക്കലായതുകൊണ്ട് കഴിച്ചിലായിരുന്നു. ഒരുവിധം മിസൈലൊന്നും ഇങ്ങോട്ട് എത്തൂലായിരുന്നു. പാകിസ്ഥാൻ്റെ ഒന്നും ഇപ്പോൾ എന്തായാലും ഇവിടെ കൊച്ചി, കോഴിക്കോട്, മലപ്പുറം വരെ എത്ര മിസൈലൊന്നും ഇപ്പോൾ പാകിസ്ഥാൻ്റെ അടുത്തുണ്ടാവില്ല. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ. യുദ്ധത്തിൻ്റെ ഒരു പ്രയാസമോ അങ്ങനത്തെ നേരിട്ടുള്ള പ്രയാസങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്ന് സമാധാനിച്ചു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ എന്താ സംഭവിക്കണത്? ഇവിടെ 18-ാം വളവ് 8-ാം വളവുക്കാണ് വണ്ടി മറിയുന്നത്. ഹോസ്റ്റൽ മെസ്സിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പം വിമാനം തലയിൽ വന്ന് കുത്തി മരിക്കുക. ആരെങ്കിലും ആലോചിച്ചുണ്ടോ? ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ച് വന്നിരിക്കുന്ന ഒരാളെ തലയിൽ വിമാനം വന്ന് ഇറങ്ങണം. രാവിലെ ഉറങ്ങിയിട്ട് എഴുന്നേക്കണില്ല. രാത്രി ഉറങ്ങിയ ആളുകൾ രാവിലെ എഴുന്നേക്കണില്ല. പാമ്പ് കടി കടിച്ചത് അറിയണില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിനൊന്നും ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. കാരണം ജീവിതം അതിനുവേണ്ടി സംവിധാനിച്ചതാണ്, അതിനുവേണ്ടി ഡിസൈൻ ചെയ്തതാണ് മനുഷ്യൻ്റെ ഇഹലോക ജീവിതം എന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് തിരിച്ചറിയണം നമ്മൾ. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? പരീക്ഷണമാണ്. പരീക്ഷണമാണ്. അത് അതിനാണ് പ്രവാചകന്മാർ വന്നത്. അത് പറയാനാണ് ജീവിതത്തിനൊരു വലിയ ലക്ഷ്യമുണ്ടെന്നും അല്ലേ, ഇഹലോക ജീവിതം പരീക്ഷണത്തിനുള്ളതാണ് എന്നും യഥാർത്ഥ ജീവിതം മരണാനന്തരമുള്ള പരലോക ജീവിതമാണ് എന്നതും അതിൽ വിജയിക്കുന്നത് ആരാണ് എന്നും അതിൽ പരാജയപ്പെടുന്നത് ആരാണ് എന്നും കൃത്യമായി പഠിപ്പിക്കാനാണ് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ, അമ്പിയാക്കന്മാരെ നിയോഗിച്ചത്. ഈ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. അവിടെ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ മൂന്നിലൊന്നും ചെലവഴിച്ചത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ആഖിറത്തിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് പറയാനാണ്. ദഅവത്ത് നടത്തുമ്പോഴേ, പണ്ടൊക്കെ നമ്മൾ ദഅവത്ത് നടത്താൻ നിങ്ങളെ ട്രെയിനിങ്ങിനും ക്ലാസ്സിനൊക്കെ പോയപ്പം ഈ പരലോകം പറയണം എന്നിങ്ങനെ പറയും. അപ്പോൾ ചില ആൾക്കാർ പറയും, എന്തിനപ്പം അങ്ങനെ പേടിപ്പിച്ച് കാണ്ട് അവിടെ നരകമുണ്ട്, ശിക്ഷ ഉണ്ട്, ഖബറുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ദഅവത്ത് നടത്തണോ? അതൊരു 2-ാം നമ്പർ ദഅവത്തല്ലേ എന്നാണ്. നമ്മളിങ്ങനെ ആൾക്കാരെ പേടിപ്പിച്ച് കാണ്ട് നന്നാകാൻ പറയാം അല്ലേ? അതൊരു പഴയ സ്റ്റൈലല്ലേ. അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും, അവിടെ കൊല്ലും, കുത്തും, അവിടെ അങ്ങനെ തീയിലിടും, കരിക്കും, ആമാശയൊക്കെ പുറത്ത് ചാടും, കുടലൊക്കെ പുറത്ത് ചാടും എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി പേടിപ്പിച്ച. ഇപ്പം ഖബർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, വിചാരണൻ്റെ മുമ്പ് തന്നെ മേട്ടം കിട്ടും, ഒരുമാതിരി ലോക്കപ്പ് മർദ്ദനാണ്. അതൊരു 2-ാം നമ്പർ ദഅവത്തല്ലേ എന്ന് ചില ആളുകൾ നമ്മളോട് പണ്ട് ചോദിച്ചിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ പോലും സൂറത്തു ഖാഫിലെ അവസാനത്തെ ആയത്ത് ഓതിയപ്പോഴും എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയണത്.
ഈ ഖുർആൻ കൊണ്ട് നീ അവരെ താക്കീത് നൽകണം എന്നാണ്. ഈ ഖുർആൻ കൊണ്ട്. ഇപ്പൊ സഹോദരങ്ങളെ, ഖുർആന്റെ 1/3 പരലോകമാണ്. അത് നമുക്ക് തോന്നുകയാണ് അതൊക്കെ ഒരു 2ാം നമ്പറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയാനാണ്, നരകശിക്ഷയെപ്പറ്റി പറയാനാണ്. അല്ലേ? ഇടക്കിടക്ക് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഇടക്കിടക്കും ഫിർഔന്റെ കാര്യം, അതേപോലെ തന്നെ ആദ് ഗോത്രത്തിന് സംഭവിച്ചത്, സമൂദ് ഗോത്രത്തിന് സംഭവിച്ചത്, ലൂത്ത് നബിയുടെ സമുദായത്തിന് സംഭവിച്ചത് എന്താന്ന് നിനക്കറിയില്ലേ? അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പുട്ടിൽ തേങ്ങടനമാതിരി ഖുർആനിൽ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നതാണ്. ആദ്, സമൂദ്, ലൂത്ത്, ഫിർഔന്. അപ്പൊ ഇതെന്തിനാണ് സഹോദരങ്ങളെ? നമ്മളെക്കാളേറെ ശക്തിയും സ്വാധീനവും അധികാരവുമുള്ള ആളുകൾ ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ എന്തു സംഭവിച്ചു? അവരൊക്കെ നമ്മളെക്കാൾ കയ്യൂക്കുള്ളവരായിരുന്നു, നമ്മളെക്കാൾ പവർഫുൾ ആയിരുന്നു. ശരീരത്തിലെ ശക്തി കൊണ്ട്, ശാരീരിക ശക്തി കൊണ്ടും മികവ് കൊണ്ടൊക്കെ നമ്മളെക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. ആ പിരമിഡൊക്കെ പോയി കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ പണി കഴിപ്പിച്ച് അതൊക്കെ ഉണ്ടാക്കിയ ആളുകളൊക്കെ ഇവിടെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതെന്താണ് നമുക്ക് നൽകുന്ന പാഠം? എന്താണ് സഹോദരങ്ങളെ? എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രവാചകന്മാർ ചെയ്യുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. അവരുടെ മാറ്റത്തിൻ്റെ കാരണം അതാണ്. അവർ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നവർ തിരിച്ചറിഞ്ഞു. അതിനു വേണ്ടിയാണ് അവർ ജീവിച്ചത്. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിന് വേണ്ടിയാണ്. അതാണ് വ്യത്യാസം. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ ജീവിതം എന്നത് ഇവിടെ മരണമുണ്ട്. കുറച്ച് നേരത്തെ മരിച്ചു എന്നത് അവർ ദൗർഭാഗ്യവാന്മാരായതുകൊണ്ടല്ല. ഇപ്പം നമുക്ക് നേരത്തെ മരിച്ചു പോണ ആളുകൾ അവരെന്തോ ദൗർഭാഗ്യവാന്മാരും, അപ്പോൾ മരിക്കാത്ത കുറച്ച് കഴിഞ്ഞിട്ട് മരിക്കുന്ന നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണെന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഒരു യാത്രക്ക് പോകുന്ന ഒരേ ടീമാണ് അല്ലേ? നമ്മൾ ടീമിലൊരു 100-100 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തു നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അടുത്തൊരു താമസ സ്ഥലത്തേക്ക് നമുക്ക് വാഹന സൗകര്യം കുറവാണ്. അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, അതിലിങ്ങനെ 20 ആളങ്ങനെ കൊണ്ടുപോകുള്ളൂ. അതിലൊരു ടീം ആദ്യത്തെ വണ്ടിയിൽ പോയി, നമ്മൾ അവസാനത്തെ വണ്ടിയിലാണ് പോയത്. അതിലിപ്പോൾ ആദ്യത്തെ വണ്ടി പോയോ ഭാഗ്യവാനാണെന്ന് നമ്മൾ വിചാരിക്കുമോ? അത്രേ ഉള്ളൂ സത്യത്തിൽ. ഇവിടുന്ന് മരണമെന്നത് എല്ലാവരും ആസ്വദിക്കുന്നു, എല്ലാവരും കടന്നു പോകേണ്ട ഒരു വാതിലാണ് മരണം. അതിലൂടെ ചില ആളുകൾ നേരത്തെ പോയി എന്നതുകൊണ്ട് അതവരുടെ ഭാഗ്യക്കേടാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മൾ ബാക്കിയായി എന്നത്, കുറച്ച് സമയത്തേക്ക് നമുക്ക് ആയുസ് നീട്ടിത്തന്നു എന്നത് നമ്മളെന്തോ വലിയ ഭാഗ്യം ചെയ്തവരാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇതിൻ്റെ അടിസ്ഥാനം പരീക്ഷണമാണ്. ഇതിലെ പരീക്ഷണം എന്താണ് സഹോദരങ്ങളെ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അതെപ്പോഴാണ് പ്രയാസമായിട്ട് വരിക? നമുക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോഴാണ് അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുക. അപ്പം സാഹചര്യങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ എളുപ്പം തരും, ചിലപ്പം പ്രയാസം തരും, ചിലപ്പം സുഖം തരും, ചിലപ്പം ദുഃഖം തരും. അതൊക്കെ തന്നുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. കാരണം വിശ്വസിച്ചു എന്ന് പറയാൻ എളുപ്പമാണ്. നമ്മൾ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാൻ, നാവുകൊണ്ട് പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് അല്ലെ? മഗ്‌രിബ് നിസ്കരിച്ചാലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിക്കുണ്ടാകുക. ഏറ്റവും കുറഞ്ഞ കൂലിയുള്ള നിസ്കാരം മഗ്‌രിബ് നിസ്കാരമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിലുണ്ടാകുക ജുമ കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബിനാണ്. കാരണം ആ നേരത്തെ അങ്ങാടി നിന്നാൽ ചോദിക്കും, എന്താ പള്ളിയേക്ക് പോകണില്ലെന്ന്. ഏറ്റവും കൂടുതൽ പുണ്യമുള്ള നിസ്കാരം ഏതാണ്? അത് സുബഹിയും ഇശാവുമാണ്. അതിന് രണ്ടിനാണ് ഏറ്റവും കുറഞ്ഞ ആൾക്കാർ പള്ളിക്ക് ജമാഅത്തിനുണ്ടാകുക. അപ്പൊ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കാൻ, പേരുകൊണ്ട് മുസ്ലിമാകാൻ അത് എളുപ്പമാണ്. ആമന്ന എന്ന് പറയാൻ സുഖമാണ്.
അല്ലെങ്കിൽ അസ്ലംന എന്ന് പറയാൻ സുഖമാണ്. പക്ഷേ അത് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് അത് അവയവങ്ങൾ കൊണ്ട് പുറത്ത് കാണിക്കണമെങ്കിൽ സഹോദരങ്ങളെ അതിന് കുറച്ചും കൂടി ഈമാനാണ്. നല്ല ഹൃദയത്തിൽ നല്ല യഖീന് വേണം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അല്ലേ? ഖുർആൻ വിശ്വാസികൾ ആരാണെന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചൊരു കാര്യമാണ്, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നാണ്. പരലോകത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അതാണ് വ്യത്യാസം. അതാണ് ഒരാൾ വിശ്വാസിയാണോ അല്ലേ എന്ന് അറിയുന്നത് അവിടെയാണ്, പരലോക വിശ്വാസത്തിലൂടെയാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെനിക്ക് പ്രതിഫലം കിട്ടുമെന്നത് കൊണ്ടാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുമെന്നാണ്. ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നൽകുകയാണ്. അത് പരലോകത്താണ്, ഇഹലോകത്തല്ല. നമ്മൾ ചെയ്തതിന് ഫലം പൂർണ്ണമായിട്ട് ഈ ലോകത്ത് കിട്ടൂല എന്നാണ്. അത് പരലോകമാണ്, പ്രതിഫല വേദി അവിടെയാണ്. അവിടെ അള്ളാഹു പൂർണ്ണമായിട്ട് പ്രതിഫലം നൽകും. പക്ഷേ ഈ ദുന്യാവ് എന്താണ്? ഇത് വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന ഒരു ചരക്ക് മാത്രമാണ്. വമൽ ഹയാത്തു ദുന്യ ഇല്ലാ മതാഉൽ ഗറൂർ. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു. അതെന്താരോ, ഇത് നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഈ ജീവിതത്തിലെ ഓരോ, നമ്മൾ പത്രം തുറന്നാൽ നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് അതാണ്. ഈ ജീവിതം എത്ര നിസ്സാരമാണ് അല്ലേ? നമ്മൾ പറഞ്ഞേ, നമ്മളെ ഹൃദയം, നമ്മുടെ ശരീരം, ഇതിലൊക്കെ നമ്മളെ നിയന്ത്രണം എത്ര, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ? ഈ ശരീരം ഉടമപ്പെടുത്തുന്നത് ആരാണ്? നമ്മൾ പറയും നമ്മളാണെന്ന്. ആണോ സഹോദരങ്ങളെ? നിങ്ങളുടെ ഹൃദയം നിങ്ങളുടേതാണെങ്കിൽ അതിൻ്റെ മിടിപ്പ് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇല്ല. നമ്മുടെ ഹാർട്ടിൻ്റെ റേറ്റ് നിയന്ത്രിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഒരു മിനിറ്റിൽ നമ്മൾ എത്ര പ്രാവശ്യം ശ്വാസം അയക്കുന്നു എന്നത് അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒട്ടേറെ കോടാനകോടി രാസപ്രവർത്തനങ്ങളുണ്ട്. അതിലെന്തെങ്കിലും നിയന്ത്രണങ്ങൾക്കുണ്ടോ? നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കാൻ പറ്റും എന്ന വളരെ കുറഞ്ഞ പരിമിതമായ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങൾ മാത്രമേ നമ്മളുടേതെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ ശരീരത്തിൽ പോലും നമുക്കുള്ളൂ. അത്രയും ദുർബലനാണ്, നിസ്സാരനാണ് മനുഷ്യൻ അല്ലേ? ഒരു സ്ട്രോക്ക് വന്നാൽ കഴിഞ്ഞില്ലേ അല്ലേ? സംസാരിക്കാൻ കഴിയില്ല, ശരീരം തളർന്നു പോകാണ്. പിന്നെ കേൾക്കുന്നത്, ആളുകൾ പറയുന്നത് കേട്ട് കരയേണ്ടി വരികയാണ്. ആലോചിച്ച് നോക്കി, ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്, പക്ഷേ പറയാൻ പറ്റുന്നില്ല, ചലിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സ്ട്രോക്ക് ഉണ്ട്. നമുക്ക് നടക്കാൻ കഴിയില്ല, മുണ്ടാൻ കഴിയില്ല, പക്ഷെ പറയുന്നത് കേൾക്കും, മനസ്സിലാകും. ആൾക്കാർ പറയും, നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അമ്മ ഇങ്ങനെ കരയും, അമ്മക്ക് പറയാൻ കിട്ടില്ല, എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ അമ്മ ഇങ്ങനെ കരയും. എന്താ സംഭവിച്ചത്? ഒരു MRI എടുത്തപ്പം ഏതോ ഒരു ചെറിയ രക്തക്കുഴലിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടേതെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന നമ്മുടെ ഈ ശരീരത്തിലെ എന്ത് നിയന്ത്രണമാണ് നമുക്കുള്ളത്? അപ്പോൾ അള്ളാഹു എന്തേ ആവശ്യപ്പെടുന്നുള്ളൂ സഹോദരങ്ങളെ? വളരെ കുറഞ്ഞ നിയന്ത്രണമുള്ള നമ്മുടെ ഈ ശരീരത്തിലെ ആ കാര്യങ്ങൾ കൂടി അള്ളാഹുവും റസൂലും പറഞ്ഞ പോലെ നമ്മൾ നിയന്ത്രിക്കണമെന്ന് ഈ പ്രപഞ്ച സൃഷ്ടാവ് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതാണ് ജീവിതത്തിലെ പരീക്ഷണം, അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് തിരിച്ചറിയുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ ദൗത്യം. സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗവും നരകവും ഒന്ന് കണ്ടുവരാൻ വേണ്ടി പറയുന്നു. സ്വർഗവും നരകമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നേരത്തെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ അതുണ്ടാക്കിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വർഗം ഒന്ന് നരകം ആദ്യം കണ്ടുവരാൻ പറയണം. അങ്ങനെ നരകം കണ്ട് ജിബ്രീൽ വന്നിട്ട് പറയാണ്, എന്താണ്? റബ്ബേ, അതിലെ പ്രയാസങ്ങൾ, ശിക്ഷകളൊക്കെ കേട്ടറിഞ്ഞ ഒരുത്തനും അതിൽ പതിക്കൂല എന്നാണ്.
കണ്ടറിഞ്ഞാന്നല്ല, അതിനെപ്പറ്റി കേട്ട ഒരാളെന്നാണ്. അതിനെപ്പറ്റി കേട്ട ഒരാളും അതിൽ പെടൂല, അതിൽ പതിക്കൂല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം എന്താണോ, അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ എന്താണ് നരകത്തെ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് മൂടുകയാണ്. എന്തുകൊണ്ട്? ഷഹവാത്തുകൾ കൊണ്ട് മൂടി എന്നാണ്. അപ്പം ആദ്യം സ്വർഗ്ഗമാണ് കാണാൻ പറഞ്ഞത്. സ്വർഗം കണ്ടുവന്ന് പറയുമ്പം ജിബ്രീൽ പറയണം എന്താ നിങ്ങൾ, ആ സ്വർഗത്തിൻ്റെ ലക്ഷറികൾ, സൗകര്യങ്ങൾ, അതിലെ സുഖ സൗകര്യങ്ങൾ കേട്ടറിഞ്ഞ ഒരാളും അതിലെത്തിപ്പെടാതെ കൂലാന്നാണ്. ആളുകൾ പണിയെടുത്ത് അതിലെത്തുന്നാണ്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു മക്കാരിഹുകൾ കൊണ്ട് സ്വർഗത്തെ ഒന്ന് പൊതിന്നാണ്. ഫഹഫ ബിൽ മക്കാരി എന്നാണ്. എന്നിട്ട് ജിബ്രീലിനോട് ഒന്നും കൂടി പോയി നോക്കി വരാൻ പറയും. എന്നിട്ട് ജിബ്രീൽ പോയി വന്ന് നോക്കിയിട്ട് പറയും, ഒരാളും അതിലെത്തൂലെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അപ്പോൾ സ്വർഗം എന്നത് എന്താണ്? ചെയ്യാൻ പ്രയാസമുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സ്വർഗത്തെ മൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈസി ആയിട്ടാണ് കയറി ചെല്ലാൻ പറ്റൂല, കുറച്ചൊന്നും മെനക്കെടേണ്ടി വരും. കിടക്കാൻ നേരത്തെ ഒന്നും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ തട്ടുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഉറക്കം പോകുമെന്ന് തോന്നും. അത് കുറച്ചൊരിടങ്ങേറുണ്ടാവും ഒന്നുണ്ടാക്കി കാണ്ട് കിടക്കുക എന്നറിയുമ്പം. ഫോണിങ്ങനെ കണ്ടാണ്ട് കിടക്കണ മാതിരിയല്ല, ഒന്ന് ചൊല്ലി പറഞ്ഞ് കിടക്കുമ്പം. അപ്പോൾ കുറച്ചിടങ്ങേറുണ്ടാവും അല്ലേ? ഒരാൾ സാമ്പത്തിക സഹായം ചോദിക്കുമ്പം ഒരു വിഷമമില്ലാതൊരു പൈസ സംഭാവന എടുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന് കുറച്ചൊരിടങ്ങേറുണ്ടാവും, ഉള്ളിൽ തട്ടി അല്ലേ? നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ പോലും ചില ആൾക്കാർ കേടുന്ന നോട്ട് എടുത്തു കൊടുക്കുക. എന്താ ഇപ്പം നല്ലത് അപ്പുറത്ത് പീടി കൊടുക്കാനുള്ളതേ കാരണം. അതങ്ങനെയാണ്. ഇതിനോട് വല്ലാത്ത ഒരു എന്താണ് ആൾക്കാർക്ക് ഒരാഗ്രഹമാണ്, പണത്തോടും ഈ ദുന്യാവിൻ്റെ ഏതൊരു സാധനം. അതങ്ങനെയാണ്, മനുഷ്യൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ഈ ബോധവും ലക്ഷ്യം നല്ല ഉണ്ടാകണം. നമ്മൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പം, ഒരു സ്വതക്ക കൊടുക്കുമ്പം, നമ്മളൊരു ദാനധർമ്മം ചെയ്യും, ഒരാളെ സഹായിക്കുമ്പോൾ ഇതിന് അല്ലാഹു പ്രതിഫലം നൽകും, ഇതെനിക്ക് നഷ്ടമാവില്ല, ഇതാണ് എനിക്ക് ബാക്കിയാകുക എന്നുള്ള ഒരു ശക്തമായ ബോധം നമ്മളെ മനസ്സിൽ രൂഢമൂലമായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കതൊരു പ്രയാസമില്ലാതെ കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സഹാബത്തിന് അത് സാധിച്ചത് അല്ലേ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു എന്ന ആയത്തിറങ്ങിയില്ലേ? നിങ്ങൾ പുണ്യം നേടുകയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാകുകയില്ല എന്ന ആയത്തിറങ്ങിയപ്പം സഹാബത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത്. നമുക്ക് വേണ്ടാത്തതാ കൊടുക്കുക. പള്ളിക്കും മദ്രസക്കും എന്താ നമുക്ക് വിറ്റ വില കിട്ടൂല എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഓരിയെക്കാൻ ഇടങ്ങേറുള്ളത് ഇതൊക്കെയാണ് നമ്മൾ പള്ളിക്കും മദ്രസക്കും കൊടുക്കുക. നല്ല റോഡ് സൈഡിൽ ആരാപ്പം നല്ല ഒരു സ്ഥലം പള്ളിക്കും മദ്രസക്കും കൊടുക്കുക? അപ്പം അങ്ങനെ. പക്ഷെ സഹാബത്ത് നേരെ തിരിച്ചായിരുന്നു. കാരണം എന്താണ്? ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞു. അപ്പം ആ ഒരു തിരിച്ചറിവാണ് ഈ ജീവിതം പരീക്ഷണമാണ് എന്നും ഇത് കുറച്ച് കാലം മാത്രമേ ഉള്ളൂ എന്നും ഇവിടെ നമ്മൾ ഈ പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ സംതൃപ്തിയോടെ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇടങ്ങേറായിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്, ഇഷ്ടപ്പെട്ട് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട് അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അതാണ് ജീവിതത്തിൻ്റെ ബേസ്. മരണത്തെയും ജീവിതത്തെയും മരണത്തെയും അല്ല അല്ലാഹു പറഞ്ഞത്. മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? പരീക്ഷണത്തിന് വേണ്ടിയാണ്, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത്, ഏറ്റവും നന്നായി പണിയെടുക്കുന്നത്, ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിച്ചറിയാനാണ് അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചത് എന്നാണ്. അപ്പം അതുകൊണ്ട് അല്ലാഹു നൽകിയ ഈ ചെറിയ ഒരു ജീവിതം അല്ലേ, അല്ലാഹു നൽകിയ ഈ കോടാനകോടി അനുഗ്രഹങ്ങൾ അല്ലേ. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ എന്താണ്, പൈസ ഉണ്ടായി നോക്കുമ്പം ഇപ്പോൾ എന്താണ്, ആദ്യം
ഓന് നല്ല ആഗ്രഹങ്ങൾ മാത്രമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് പൈസ ഉണ്ടായിരുന്നില്ല. എന്താണ് ഒരു കാലം, നമുക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ അങ്ങനെ ചെറുതായി ഇങ്ങനെ വലുതായി വരുമ്പോൾ നമ്മൾ ജോലിയൊക്കെ കയറി ആ ജോലിയിൽ കയറുമ്പോൾ ഭയങ്കര ആഗ്രഹങ്ങളേക്കാരം, അത് വാങ്ങണം ഇത് വാങ്ങണം, നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മരിച്ച് പണിയെടുക്കേക്കാരം എങ്ങനെയെങ്കിലും 4:45 ഉണ്ടാക്കാനുള്ളത്. ആ സമയത്ത് നമുക്ക് ഒന്നിനും നേരം ഉണ്ടാവില്ല. എന്നാൽ പിന്നെന്ത് ചെയ്യും? അപ്പോൾ പിന്നെ പണിയൊക്കെ ആയി വരുമ്പോൾ എന്താവും, നമുക്ക് പൈസ ഉണ്ടാവും. ആ സമയത്ത് എന്തുണ്ടാവും, നമുക്ക് നേരം ഉണ്ടാവില്ല. ആദ്യം പൈസ ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാൻ കഴിയില്ല. രണ്ടാമത് പൈസ ഉണ്ടാവും, അപ്പോൾ നേരമില്ലാത്തൊരു കാലഘട്ടമാണ് പിന്നെ വരിക. നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കേ കാരണം വീടുണ്ടാക്കണം, കുട്ടികളെ കടിച്ചാൽ എപ്പോഴല്ലേ ആൾക്കാർ പറയല്ലോ, എപ്പോഴല്ലേ 4:45 ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇപ്പം തിരിഞ്ഞളിച്ചാൽ ശരിയാവില്ല വിചാരിച്ചിട്ട് നമ്മൾ വല്ലാണ്ട് ടൈം കെട്ടിമറിയും. പിന്നെ നമുക്ക് നല്ല സമയം, പണമുണ്ട്, സമയമുള്ളൊരു സമയം വരും. അപ്പം എന്താ പറയുക, അപ്പം ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും അങ്ങോട്ട് മനസ്സ് വിചാരിച്ചിടത്തേക്ക് ശരീരം എത്താത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും. അപ്പോൾ ഈ ജീവിതം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് എന്തിനാ നിങ്ങൾ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും തീർക്കേണ്ട ഒരു സ്ഥലമല്ല ഈ ദുനിയാവ്. അങ്ങനെ നമ്മൾ ആരും നിരാശപ്പെടേണ്ടതില്ല. ആരെങ്കിലും വലിയ സുഖിക്കുന്നത് കണ്ട്, ആർക്കെങ്കിലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ട്, ഈ ലോകത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് നമ്മൾ ഒരു വിശ്വാസി മനസ്സ് അസ്വസ്ഥമാകേണ്ടവനല്ല. ഇപ്പോൾ ഒരാളെപ്പോഴും ടെൻഷനാക്കുക. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, എന്താണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും വലിയ, എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണ് ഇപ്പോൾ ഇത്ര ടെൻഷൻ? കാരണം ജീവിക്കാൻ വളരെ ചെറിയ റിക്വയർമെൻ്റ് ഉള്ളൂ ലൈഫിന്, അല്ലേ? നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കണം, ഒന്ന് ഉറങ്ങി രാവിലെ എണീക്കാം, 3 നേരം 2 നേരം ഒരു നല്ല ഭക്ഷണം ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ തന്നെ നമ്മൾ കൂളായിട്ട് ജീവിച്ചു പോകുന്നു. നമ്മൾ നോമ്പിന് നമുക്ക് മനസ്സിലായതാണ്. അതല്ലാതെ എന്ത് റിക്വയർമെൻ്റാണ് സത്യത്തിൽ നമുക്കിവിടെ ഈ ദുനിയാവിലുള്ളത്? പക്ഷെ എന്തിനാണ് ആളുകൾ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ്? നാളെ എന്താവും? എല്ലാവരും ടെൻഷൻ അതാണ്. എന്താവും? ഇപ്പം ഇലക്ഷൻ വന്നാൽ തോന്നും വീണ്ടും LDF വരുമോ? എന്താ കേരളം ഇഞ്ഞു കുട്ടിച്ചോറാകുമോ? അല്ല ഇഞ്ഞു അവിടെ ബംഗാളിൽ മമത പോകുമോ? സ്റ്റാലിൻ പൊട്ടുമോ? എന്താ ഇപ്പം നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ പോയാൽ എന്താകും? ഹോർമൂസ് കടലെടുക്ക് അടച്ചു, എന്താവും? എണ്ണ വരാഞ്ഞ എന്താവും? ഗൾഫ് രാജ്യങ്ങൾ തകർന്ന എന്താകും? എത്ര വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്തുണ്ട്, എന്താണ്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എത്ര സ്ഥലത്താണ് ഖുർആൻ പറഞ്ഞത് വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടില്ല എന്നാണ്. വലാ യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയില്ല എന്നാണ്. അപ്പം എന്തിനാ പേടി ഉണ്ടാകുക? നാളെ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മനുഷ്യനെന്നും പേടിയാണ്, എന്നും പേടി തന്നെയാണ്. രണ്ട് ദുഃഖമാണ്, 2 പ്രശ്നമാണ് മനുഷ്യൻ്റെ. ഇത്രയും ആളുകളാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന അറിയങ്ങൾ, ചെറിയ കുട്ടികളും വലിയവരൊക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നതും സങ്കടപ്പെടുന്നതൊക്കെ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ്. ഭാവിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്യണമൊക്കെ എന്തിനാണ്? നമുക്കൊരു സമ്പാദ്യം വേണം, ഒന്നുകൂടി സ്റ്റേബിൾ ആകണം, മക്കൾക്ക് കുറച്ചൊക്കെ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ കുറച്ചൊക്കെ അനന്തരാവകാശികളെ സ്റ്റേബിളാക്കി വിട്ടുപോകണം, നമ്മളെ മക്കൾ ഇതിൻ്റെ പേരിൽ പ്രയാസപ്പെടാൻ പാടില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, എന്ത് സംഭവിക്കുമെന്നുള്ള പേടി, അതേപോലെ തന്നെ കഴിഞ്ഞു പോയതിനെ പറ്റിയുള്ള സങ്കടം. ഇപ്പോൾ ദുഃഖം എന്തിനാണ്? ദുഃഖം കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ്. അസുഖം വന്നതിനെക്കുറിച്ച്, പരീക്ഷയിൽ മാർക്ക് കിട്ടാത്തതിനെക്കുറിച്ച്, അല്ലേ? ആ ബിസിനസ് പൊളിഞ്ഞു പോയതിനെക്കുറിച്ച്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഷെയർ കൊടുക്കേണ്ടില്ലായിരുന്നു, അന്ന് അവൻ അവിടെ ചേർത്തേണ്ടില്ലായിരുന്നു, അന്ന് അവിടെ ആ വണ്ടി എടുക്കേണ്ടില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞു പോയ പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദുഃഖിക്കണം. വരാനിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പേടിക്കും ചെയ്യണം. നല്ലൊരു വിശ്വാസിയെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, ദുഃഖമില്ല എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം സഹോദരങ്ങളെ, നമ്മളെ ഈമാൻ, നമ്മുടെ വിശ്വാസം നമുക്കൊരു നിർഭയത്വം നൽകുന്നില്ല എന്നുള്ളതാണ്.
നമ്മൾ ബേജാറാകുന്നുണ്ടെങ്കിൽ അമിതമായി, ചെറിയ ബേജാർ എല്ലാവർക്കും ഉണ്ടാവും, കാരണം തീരെ ബേജാറില്ല എന്നല്ല, ബേജാറാകേണ്ട വിഷയത്തിൽ നമ്മൾ ബേജാറാകണം. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട്, എന്താണ്, നരകശിക്ഷയെ പറ്റിയുള്ള ആയത്ത് ഓതിയിട്ട് തലകറങ്ങി പേടിച്ച് തലകറങ്ങി വീണിട്ട് എത്രയോ ദിവസം രോഗബാധിതനായി കിടന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും, അല്ലേ? മദീന തൂണിൻ്റെ ചുമര്, ആ തൂണ് ചാരിരുന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയാണ് മദീന പള്ളിയിൽ ഇരുന്നിട്ട്. സഹാബത്ത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് കരണ് ചോദിക്കുമ്പം, എന്താണ്, ആ ദീർഘമായ യാത്രക്കുള്ള വിഭവങ്ങൾ കുറവാണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് കരയണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയണത്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്. വൈദ്യർ വന്ന്, അല്ല അന്ന് വൈദ്യർ വന്നിട്ട് വെള്ളം കൊടുത്തു നോക്കി. വെള്ളം കൊടുത്തപ്പോൾ കുടിച്ച വെള്ളം മുഴുവൻ ഈ വയറ്റിലേറ്റ മുറിവിലൂടെ പുറത്തേക്ക് പോവുകയാണ്. അന്ന് അങ്ങനെയാണ് ചികിത്സ. അന്ന് വൈദ്യം വന്ന് നോക്കുകയാണ്, എന്നിട്ട് വെള്ളം കുടിപ്പിച്ച് നോക്കി. അപ്പോൾ പള്ളൊക്കെ കുത്തിട്ടിയേക്കാണ്. അപ്പോൾ ആ പള്ളൻ്റെ കുത്തിൻ്റെ മുറിവിലൂടെ എന്ത് ചെയ്യാണ്, കുടിച്ച വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അതിൻ്റെ അർത്ഥം എന്താ, കുടൽ ഓട്ടയിക്കണമെന്നാണ്. ചികിത്സ അല്ല, അന്നത്തെ കാലത്ത് തുന്നിക്കെട്ടലൊന്നുമില്ല. ആ വൈദ്യർ പറഞ്ഞാൽ എന്താ പറയുക, മരണം ഉറപ്പാണ് എന്നാണ്, മരണം ഉറപ്പാണ്. മുർലാൻ ഓരോരുത്തരെ വിളിക്കുകയാണ്, അനന്തരാവകാശികളെ, മക്കളെ എല്ലാവരെയും വിളിച്ചിട്ട് വസിയത്തുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണ്ണിലാണ് കിടക്കണത്. അപ്പോൾ അത് കണ്ടപ്പം വല്ലാത്ത സങ്കടം. അപ്പോൾ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് മടിയിലേക്ക് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പം ഉമർലാന് പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഉമറിൻ്റെ തല നിലത്ത് കിടക്കട്ടെ എന്നാണ്, ഭൂമിയിൽ കിടക്കട്ടെ എന്നാണ്. ഉമർ നല്ല പേടിയിലാണ് എന്നാണ്. അപ്പോൾ അവിടെ കണ്ട് കൂടിയിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. പിന്നെ എന്തിനാണ് താങ്കൾ ഭയപ്പെടുന്നത് എന്നാണ്, പിന്നെ എന്തിനാണ് താങ്കൾ പേടിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് സഹാബത്ത് കേട്ടതാണ് ഉമറും ഫിൽ ജന്ന എന്ന്. അതിന് ഉമർലാൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു, അങ്ങനെ ഒരു കാലഘട്ടം, ഉമറിനൊരു വലിയ നീണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ഉക്കാള ചന്തയെ വിറപ്പിച്ച അമുസ്ലിമായ കാഫിറായ ഉമറായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉമർ ഇസ്ലാമിലേക്ക് വന്നു, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂല് ഉമറും ഫിൽ ജന്ന എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഉമറിന് പേടിയുണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഒരുപാട് കാലഘട്ടം കഴിഞ്ഞു പോയി, ഒരുപാട് അമാനത്തുകൾ ഉമർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ ഉമറിന് നല്ല ബേജാറുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ നാളെ വിചാരണയിൽ നമ്മുടെ ഏട് വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ കിട്ടുക എന്നുള്ളത് നമ്മൾ പേടിക്കേണ്ട തന്നെയാണ്. നമ്മൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നുള്ളത് നമ്മൾ പേടിക്കേണ്ട വിഷയമാണ്. ഈ ഒരു സെക്കൻഡ് ഇവിടെ ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ്, ഇന്നത്തെ ഇശാ നമസ്കാരത്തിന് മുമ്പായിട്ട് നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ ഏതൊരവസ്ഥയിലാണ് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നത് നമ്മൾ ബേജാറാകേണ്ട വിഷയം തന്നെയാണ്. ഇതിൽ മാത്രമേ നമ്മൾ ബേജാറാകാൻ പാടുള്ളൂ. നാളെ ഹോർമൂസ് കടലെടുക്ക് പൂട്ടിയാൽ എണ്ണക്കപ്പലുകളൊന്നും വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കൂല, ഒരു ചുക്കും സംഭവിക്കൂല സഹോദരങ്ങളെ. എന്നാണ് എണ്ണ വന്നത്? എണ്ണയുടെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. 1800 കാലഘട്ടം, 1800 അവസാനമാണ് രാത്രി ജീവിതം തന്നെ തുടങ്ങണേ. നിങ്ങൾക്കറിയാം, രാത്രി ജീവിതം എന്ന് പറഞ്ഞ സംഭവം പണ്ടത്തെ കാലത്തില്ല. മഗ്‌രിബായാൽ അത്യാവശ്യത്തിന് വിളക്കത്തിച്ച് പരിപാടി കഴിഞ്ഞാൽ കടന്നുറങ്ങുക. ആകെ യൂറോപ്പിൽ സമ്പന്നന്മാരായ ആളുകൾ തിമ്മീങ്കലത്തിൻ്റെ നെയ്യുപയോഗിച്ചിട്ടാണ് വിളക്കത്തിച്ചിരുന്നത്. സ്ഥിരമായിട്ട് രാത്രി വിളക്കത്തിക്കണമെങ്കിൽ അതിനെ സമ്പന്നന്മാർ മാത്രം, ബാക്കി ആർക്കും ഇവിടെ മണ്ണെണ്ണയ്ക്ക് എപ്പോൾ അടുത്ത് വളരെ വൈകി വന്ന സാധനമാണ്. അതിന് മുമ്പ് അങ്ങനെ രാത്രി ചൂട്ടൊക്കെ കത്തിച്ചാൻ പറ്റുള്ളൂ. അതൊരാവശ്യം കഴിഞ്ഞാൽ കെടുക്കും. രാത്രി ജീവിതമല്ല. ഇപ്പം എണ്ണയില്ലാത്ത കാലത്ത് മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഏത് സാഹചര്യത്തിലും മനുഷ്യൻ സർവൈവ് ചെയ്തു പോകും. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. ശിലായുഗത്തിൽ മനുഷ്യൻ ജീവിച്ചു വരല്ലേ, മനുഷ്യൻ ഏത് കാലത്തും സർവൈവ് ചെയ്യും. നമ്മൾ പേടിക്കേണ്ടത് ഈ നിമിഷമെങ്ങാനും നമ്മൾ തിരിച്ചു വിളിക്കപ്പെട്ടാൽ, അല്ലേ, വഇന്നാ ഇലൈഹി റാജിഊൻ, ഒരു മടക്കം. വിശുദ്ധ ഖുർആൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണത്, നരകശിക്ഷ.
അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ്. വഇലൈനൽ മസീർ, എത്ര സ്ഥലത്താണ് ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിലേക്ക് മടങ്ങും അല്ലേ? വഇന്നാ ഇലൈഹി റാജിഊൻ. മടക്കം ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നമ്മൾ ഇടക്കിടക്ക് കേൾക്കുന്ന ഒരു വാക്കാണ് ഒരു മടക്കം എന്നുള്ളത്. ഒരു മടക്കമുണ്ട്, അള്ളാഹുവിലേക്ക് ഒരു തിരിച്ചു പോക്കുണ്ട്. ആ തിരിച്ചു പോക്ക് എപ്പോൾ ഏത് നിമിഷം സംഭവിച്ചാലും അവിടെ നമ്മൾ രക്ഷപ്പെടില്ലേ എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ പരീക്ഷണം. അതാണ് അത്. നേരത്തെ പോയാലും വൈകിപ്പോയാലും ഒരു പുരുഷായുസ് മുഴുവൻ ഒരു 100 കൊല്ലങ്ങൾ ഇവിടെ ജീവിച്ചാലും സഹോദരങ്ങളെ, തിരിച്ചു വിളിക്കപ്പെടുമ്പോൾ, നാളെ ഹാജരാക്കപ്പെടുമ്പോൾ, ആ ഏട് പരിശോധിക്കുമ്പോൾ നാളെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നത് എന്നതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ബാക്കിയെല്ലാം പരീക്ഷണമാണ്. ഇവിടെ സമ്പത്ത് തരും, മക്കളുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. ചില ആൾക്കാരൊക്കെ വന്നിട്ട് സർജറിയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കരയണാണ്. ഓപ്പറേഷൻ പറയുമ്പോൾ നോക്കാൻ ആളില്ല ഡോക്ടറെ. ആൺകുട്ടിയാളില്ലാത്തവർ, പെൺകുട്ടിയാളില്ലാത്തവർക്ക് അതിൻ്റെ പ്രശ്നം. ഒക്കെ ആൺകുട്ടികളാണ്. ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മക്കൾ ഒരു പെൺകുട്ടികളുണ്ടായാലല്ലേ നമുക്കൊരു സമാധാനമുള്ളൂ എന്ന് പറഞ്ഞ അമ്മമാരുണ്ട്. ആൺകുട്ടികളില്ലാത്തവർ, പൈസ തരാൻ ആൺകുട്ടികളില്ലാത്തവർക്ക് അതിൻ്റെ പ്രശ്നം. ആണും പെണ്ണും ഉണ്ടായിട്ട് ഫിത്തിനുള്ളവർ, അതിൻ്റെ ഇടങ്ങേറുകൊണ്ട് ഉള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കണതാണ് അല്ലേ? മക്കളില്ലോരെ മക്കളെ ദുൽമുകൊണ്ട് കഷ്ടപ്പെടുന്നവർ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർ അല്ലേ? അങ്ങനെ പല ഇതൊക്കെ എന്താണ്? അപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? അതാണ് പരീക്ഷണം. എന്നെ വല്ലാത്ത സ്വാധീനിച്ചൊരു സാധനമാണ് ഉഹുദ് യുദ്ധം എന്ന് പറഞ്ഞ സാധനം. ഉഹുദ് യുദ്ധം ഈ ജീവിതത്തിന് ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉഹുദ് യുദ്ധം ആലോചിച്ചാൽ മതി. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങൾ നേരിട്ട യുദ്ധമാണ് ഉഹുദ് യുദ്ധം. നബിക്ക് ഏറ്റവും കൂടുതൽ മുറിവേറ്റ്, മുഖത്ത് വരെ മുറിവേറ്റ്, ഏറ്റവും കൂടുതൽ സഹാബികൾ മരിച്ച യുദ്ധമാണ് ഉഹുദ് യുദ്ധം. ആരാണ് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്? ആരാണ്? ഒന്ന് ഖാലിദ് ബിൻ വലീദാണ്, ഒന്ന് ഇക്രിമ ബിൻ അബൂ ജഹലാണ്, ഒന്ന് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാനും ഇക്രിമ ബിൻ അബൂ ജഹലും ഖാലിദ് ബിൻ വലീദുമാണ് ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും നഷ്ടമുണ്ടാക്കിയത്, ഏറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ഈ 3 ആളുകളുടെയും പേര് പറയുമ്പം റളിയല്ലാഹു അൻഹു എന്ന് പറയണം. അവർ സ്വർഗത്തിലാണ്. അവർ സ്വർഗത്തിൽ, അവർ അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകളാണ്. ആര്? കൊന്നവരും മരിച്ചവരും സ്വർഗത്തിൽ പോണൊരു യുദ്ധം. നിങ്ങൾ ആലോചിച്ച് നോക്കി, കൊന്നവരും മരിച്ചവരും സ്വർഗത്തിൽ. പിന്നെ എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? അതാണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം. എന്താണ് അർത്ഥം? അള്ളാഹുവിലേക്കൊരു മടക്കമുണ്ട്. ഈ സ്വർഗം നൽകുന്നത് ആരാണ്? ഈ നരകം വിധിക്കുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തെ ഉടമപ്പെടുത്തുന്നവനാണ്. നമുക്ക് ഈ ജീവിതം നൽകിയവനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചവൻ. നിങ്ങളാണോ നിങ്ങളുടെ മാതാപിതാക്കളെ തീരുമാനിച്ചത്? നിങ്ങളാണോ നിങ്ങളുടെ തൊലിയുടെ നിറം തീരുമാനിച്ചത്? നിങ്ങളാണോ നിങ്ങളുടെ ജനന തീയതി തീരുമാനിച്ചത്? നിങ്ങളാണോ നിങ്ങളുടെ ജനന സ്ഥലം തീരുമാനിച്ചത്? നിങ്ങളാണോ നിങ്ങളുടെ പിതാവിൻ്റെ സാമ്പത്തിക സ്ഥിതി തീരുമാനിച്ചത്? അല്ല. ഇതിലൊന്നും നമുക്ക് റോളില്ല. നമ്മൾ ജനിച്ചു വീണു എന്ന് മാത്രമേ ഉള്ളൂ. ജനിച്ചു വീണു മാത്രം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഉടമസ്ഥനുണ്ട്. ഇതെല്ലാം ഉടമപ്പെടുത്തുന്ന ഒരാളുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. ആ നിയന്താവിലേക്ക്, ഉടമസ്ഥനിലേക്ക് ഒരു തിരിച്ച് യാത്രയുണ്ട്, ഒരു മടക്കമുണ്ട്. അവിടെ ഒരു കണക്കെടുപ്പുണ്ട്, അവിടെ ഒരു വിചാരണ ഉണ്ട്. അതാണ് ലൈഫിൻ്റെ ക്രക്സ്. അത് വിസ്മരിച്ച് ജീവിച്ചാൽ വലിയ നഷ്ടമായിരിക്കും. ആ തിരിച്ചറിവ് എപ്പോഴുണ്ടാവുള്ളൂ നിങ്ങൾ? അതാ നഷ്ടം മനസ്സിലാവുമ്പോഴാണ് ഉണ്ടാകുക. ആ സമയത്ത് രണ്ടാമതൊരു തിരിച്ചു വരവ് സാധ്യമല്ല എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു നിമിഷം പോലും അള്ളാഹു പിന്നെ നീട്ടിത്തരൂല എന്നുള്ളത്. രണ്ടാമത് ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരു ചാൻസ് അള്ളാഹു തരൂല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? അത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്.
ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും അത് നമുക്ക് സൗഖ്യമാണെങ്കിലും നമുക്ക് ദുഃഖമാണെങ്കിലും നമുക്ക് എളുപ്പമാണെങ്കിലും നമുക്ക് പ്രയാസമാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുക. ഒരു സെക്കൻഡ് പോലും ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിക്കുന്നില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം. അതിനുള്ള നിരന്തരമായ ശ്രമമാണ് ഈ ജീവിതം. അതെപ്പോഴേ പറ്റുള്ളൂ? അത് ഈ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണെന്ന് അറിയണം, പഠിക്കണം, ഈ ദീൻ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയണം. അവിടെ നമ്മളെപ്പോഴും തെറ്റിപ്പോകുക എന്താ അറിയുക? നമുക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ തളരുക ചെയ്യാം അല്ലേ? ഒരു ബാപ്പ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിച്ചു പോവുക, ഇത് വലിയ പ്രതിസന്ധിയാണ്. നിങ്ങളെ ചോക്കി, നിങ്ങളെ 35-40 വയസ്സുള്ള മക്കൾ നിങ്ങളൊരു 60-65 വയസ്സ് നിൽക്കുമ്പം നമ്മൾ ജീവിച്ചിരിക്കുക, നമ്മൾ അവരുടെ മയ്യത്തിന് ഇമാമ് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുണ്ട്, ഭയങ്കര മാനസിക വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ സഹോദരങ്ങളെ, അത് ഉടമപ്പെടുത്തിയവൻ അത് തിരിച്ചെടുത്തു. അത്രയുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? ആ ജീവൻ നിങ്ങൾക്ക് നൽകിയപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വലിയ സന്തോഷം ഉണ്ടാവും അല്ലേ? ലേബർ റൂമിൻ്റെ മുമ്പിൽ നമ്മൾ സന്തോഷിച്ച നിമിഷങ്ങളുണ്ടാകും. അതേപോലെ ആ ജീവൻ ഉടമപ്പെടുത്തിയവൻ അത് തിരിച്ചു വിളിച്ചു. അത്രയുള്ളൂ. അതെന്തിനാണ്? ഒരു കുറച്ച് സമയത്തേക്ക് ഒരു പരീക്ഷണമായിട്ട് അള്ളാഹു നൽകിയതാണ്. ആ കുട്ടി വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, ആ കുട്ടിനെ നമ്മളെങ്ങനെ വളർത്തി, ആ കുട്ടിനെ നമ്മളെങ്ങനെ വലുതാക്കി, എന്തൊരു നിലപാടാണ് നമ്മൾ ആ കുട്ടിയുടെ വിഷയത്തിൽ എടുത്തത് എന്നൊക്കെ നമ്മൾ പരീക്ഷിച്ച് ആ കുട്ടിയെ തിരിച്ചു വിളിക്കുമ്പോഴും എന്തൊരു നിലപാടാണ് എൻ്റെ അടിമ സ്വീകരിച്ചത് എന്ന് പരീക്ഷിച്ച് ആ ജീവൻ ഉടമപ്പെടുത്തിയവൻ ആ കുട്ടിയെ തിരിച്ചു വിളിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ ഭയങ്കരമായി സങ്കടപ്പെടേണ്ടതില്ല. കാരണം വീണ്ടും നിങ്ങളിലേക്ക് ആ കുട്ടിയെ അള്ളാഹു തിരിച്ചു ചേർത്ത് തരും. അവിടെ എവിടെയാണ് നമ്മൾ? എന്തിനാണ് വിശ്വാസിക്ക് വിഷമം അല്ലേ? ഇവിടെ ആളുകൾ ചോദിക്കാണ്, ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർക്കുമ്പോഴും അല്ലേ? ഇറാനിലെ സ്കൂളിൽ അമേരിക്ക ബോംബിട്ടു, 150 കുട്ടികൾക്ക് ജെ സി ബി ഇങ്ങനെ കബറ് കുഴിക്കണ ഫോട്ടോ ആണ് അല്ലേ? കരളുള്ള പച്ചക്കരളുള്ള ഏതൊരു മനുഷ്യനെയും സങ്കടപ്പെടുത്തുന്ന ഫോട്ടോ ആണത്. ഒരു കുട്ടി മരിച്ചാൽ തന്നെ നമ്മളെ സങ്കടത്തിന് അല്ലേ? ചെറിയ കുട്ടികൾ മരിക്കുമ്പോൾ വിഷമാണ്, കുട്ടികളെ കരച്ചിലെ ആളുകൾക്ക് വിഷമാണ്. 150ഓളം കുട്ടികളെ കൊന്നിട്ടൊക്കെയാണ്. ആലോചിച്ച് നോക്കി, എന്ത് ക്രൂരനാണ് നിങ്ങളുടെ ദൈവം. ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അല്ലേ? ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ശരിയാണ്, എന്താ അങ്ങനെയൊക്കെ ചെയ്യണം പടച്ചോന്ന്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. എന്താണത്? ആ കുഞ്ഞുങ്ങൾക്ക് ജീവിതം കൊടുത്തത് ആരാണ്? ആ കുഞ്ഞുങ്ങളെ ഉടമപ്പെടുത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിയത് അള്ളാഹുവാണ്. ആ കുഞ്ഞുങ്ങളെ തിരിച്ചു വിളിച്ചത് അവനാണ്. ഇതെല്ലാവർക്കും അറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനും അവൻ തന്നെയാണ്. അവൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അവൻ അവർക്ക് സ്വർഗം നൽകുമെന്നുണ്ട്. അതുകൊണ്ട് വെറും ജീവൻ നൽകിയ ഒരു അല്ലാഹുവിൽ മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ മരിപ്പിക്കുന്ന ഒരു അല്ലാഹുവിൽ മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇവിടുത്തെ നിരീശ്വരവാദി പറഞ്ഞതിൽ കുറച്ചൊക്കെ ശരിയുണ്ട് തോന്നും. പക്ഷേ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതം ഉടമപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്നും ആ അല്ലാഹു ആ കുട്ടികളെ വീണ്ടും ജീവൻ നൽകുമെന്നും അവർക്ക് സ്വർഗം നൽകുമെന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും ശരി, അതാണ് ഏറ്റവും നീതിപൂർവമായത്. അവിടെ അല്ലാഹു ഏറ്റവും നീതിമാനാണ്. അത് നമ്മുടെ തോന്നലാണ്, നമ്മളെ അരക്കായിൻ്റെ ബുദ്ധി കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് സഹോദരങ്ങളെ. ആ യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കുക. അതുകൊണ്ട് ഇത് പരീക്ഷണമാണ് ഈ ജീവിതം എന്നത്. നിങ്ങളാച്ചോക്കി, ഇപ്പോൾ നമ്മളെ മകൻ അല്ലെങ്കിൽ മകൾ മരിച്ചു പോകണ്, ഒരു 35 വയസ്സിൽ മരിക്കുമ്പോൾ സങ്കടം ഉണ്ടാവും, സത്യമാണ്. നിങ്ങളാച്ചോക്കി, ആ മകൻ്റെ കുട്ടികൾ യതീമാകുന്നത്, മകളുടെ കുട്ടികൾ യതീമായി നമ്മളെ മുമ്പിൽ നിൽക്കുമ്പം വിഷമുണ്ടാവും. എന്തിന് വിഷമിക്കണം സഹോദരങ്ങൾ? നിങ്ങൾ ആലോചിച്ച്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ നല്ലൊരു മനുഷ്യൻ ലോകത്തുണ്ടായിട്ടുണ്ടോ? ഇനി ഉണ്ടാകുമോ? ഇല്ല. ആ മനുഷ്യൻ യതീമായിട്ടാണ് ജനിച്ചത്, വാപ്പാനെ കാണാതെയാണ് ജനിച്ചത്. വാപ്പാനെ ഒരു നോക്ക് കാണാത്തവനാണ് അള്ളാഹുവിൻ്റെ റസൂല്. 6 വയസ്സിൽ ഉമ്മ മരണപ്പെട്ടവനാണ്.
8ാമത്തെ വയസ്സിൽ പിതാമഹനും നഷ്ടപ്പെട്ടവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അനാഥനായി ദരിദ്രനായി വളർന്നവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമായി ജനിച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്, നടപടിക്രമമാണ്. അതിലൊരു പരീക്ഷണമുണ്ട്. എല്ലാവർക്കും പരീക്ഷണമുണ്ട്. ആ കുട്ടിയെ നോക്കേണ്ടവർക്ക് പരീക്ഷണമുണ്ട് അതിൽ, അല്ലേ? അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, അതാണ് ജീവിതത്തിൻ്റെ ഡീഫാൾട്ട് സെറ്റിങ്സ് തന്നെ. എന്താണ് സെറ്റിങ്സ് തന്നെ? വലനബുലുവന്നകും എന്നാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും. ബലാ ആണ്, പരീക്ഷണമാണ്. അതുകൊണ്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല. ഏറ്റവും നല്ല ജോലി കിട്ടിയ ഏറ്റവും കടുത്ത മത്സര പരീക്ഷ എഴുതുമ്പോഴാണ്, ഏറ്റവും ടഫായ പരീക്ഷ എഴുതുമ്പോഴാണ് ഏറ്റവും നല്ല ജോലി കിട്ടുക, ഏറ്റവും നല്ല ശമ്പളം കിട്ടുക. ഏറ്റവും കടുത്ത പരീക്ഷണത്തിൽ വിജയിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? ഏറ്റവും നല്ല ട്രോഫി കിട്ടുക, ഏറ്റവും നല്ല സമ്മാനം കിട്ടുക. അതാണ് പ്രവാചകന്മാർക്ക് കിട്ടിയത്. ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവർ പ്രവാചകന്മാരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലേ? വാർദ്ധക്യത്തിൽ ഒരു സന്താനത്തെ ലഭിച്ച് ആ സന്താനത്തെ എന്ത് ചെയ്യാണ്? ഇരന്ന് പ്രാർത്ഥിച്ച് ഇരന്ന് വാങ്ങിയ സന്താനത്തെ അറുക്കണമെന്ന് കൽപ്പിച്ചു. ഒരു സ്ഥലം മക്കയിൽ ആരോരുമില്ലാത്ത മണലാരണ്യത്തിൽ ഉപേക്ഷിക്കണമെന്ന് കൽപ്പിച്ചു. ഒരു സങ്കോചവും കൂടാതെ അത് ഉപേക്ഷിക്കാൻ അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ് ഇതിന് തയ്യാറായത്. അറുക്കണം എന്ന് പറഞ്ഞു, അതിനും തയ്യാറായി, അല്ലേ? ഏത് പരീക്ഷണത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചു എന്നുള്ളതാണ്, അല്ലേ? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയാലാണ്. അപ്പോൾ പ്രവാചകന്മാർക്കാണ് എന്തേത്? ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പം നമ്മൾ വിചാരിക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയാണ് എന്നതല്ല. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. ഈ ജീവൻ നൽകിയതൊക്കെ നമുക്ക് അള്ളാഹു ചോദിക്കാതെ നൽകിയതാണ്. നമ്മളെ നൽകിയ മക്കൾ, സമ്പത്ത്, ഇതൊക്കെ അള്ളാഹു നമുക്കെന്താണ്? നമ്മുടെ ഒരു കഴിവും പ്രശസ്തിയും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് നമുക്ക് തന്നതല്ല. ഇതൊന്നും കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. പക്ഷെ ഇതിനേക്കാൾ അനുഭവിക്കുന്നവരുമുണ്ട്. അപ്പം അത് കണ്ട് നമ്മൾ വിഷമിക്കേണ്ടതില്ല. നമ്മളിപ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് അയാൾ എത്ര റിച്ചാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. സഹോദരങ്ങളിൽ നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമ്മൾ നല്ല ഒരു എ സിയിൽ, നല്ല ഒരു 15-16 നിങ്ങൾ എ സി ഇട്ട് കണ്ട് നല്ല തണുപ്പത്തി വാതിലും ജനലൊക്കെ അടച്ചു കണ്ട് നല്ല വലിയ കട്ടിയുള്ള 2-3 കമ്പിളിയൊക്കെ ഇട്ട് പുതച്ചാലും മനസ്സിൻ്റെ ഉള്ളിൽ അസമാധാനമുണ്ടെങ്കിൽ, അശാന്തിയുണ്ടെങ്കിൽ ഉറക്കം കിട്ടൂല. നമുക്ക് ശരീരത്തെ തണുപ്പിക്കാൻ പറ്റുള്ളൂ, മനസ്സിനെ തണുപ്പിക്കാൻ കഴിയില്ല. മനസ്സിനെ തണുപ്പിക്കാൻ കഴിവുള്ളത് വിശ്വാസത്തിന് മാത്രമാണ്, കാഴ്ചപ്പാടുകൾക്ക് മാത്രമാണ്. ഈ പ്രയാസത്തിനും പ്രതിസന്ധിക്കും ഇതെല്ലാം പരീക്ഷണമാണ് എന്നും ഇതിനൊക്കെ എനിക്ക് പ്രതിഫലം കിട്ടും എന്ന തിരിച്ചറിവുള്ള ഒരാൾക്ക് മാത്രമേ പ്രതിസന്ധിയിൽ തളരാതെ, പ്രതിസന്ധിയിൽ കുലുങ്ങാതെ, തകരാതെക്കാൻ പറ്റുള്ളൂ. പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കലല്ല ജീവിതം എന്നത്, പ്രതിസന്ധികളിൽ തളരാതിരിക്കലാണ് ജീവിതം. അതാണ് വിശ്വാസം കൊണ്ട് ഒരാൾ നേടേണ്ട കരുത്തതാണ്. അതാർക്കേ ഉള്ളൂ. അത് വിശ്വാസത്തിൽ ളുൽബ് കലരാത്ത ആളുകൾക്കാണ്. അവർക്കാണ് അള്ളാഹു നിർഭയത്വം ഗ്യാരണ്ടി നൽകിയത്. ഉലൈക ലഹുമുൽ അംൻ, അല്ലേ? അവരുടെ ഈമാനിൽ അവരെന്ത് ചെയ്തിട്ടില്ല? അവർ ളുൽമ് കലർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവർക്കാണ് ജീവിതത്തിൽ എന്തുള്ളത്? അവർക്കാണ് ജീവിതത്തിൽ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. വിശ്വാസത്തിൽ ദുൽമ് കലരാത്ത ആളുകൾ, ശിർക്ക് കലരാത്ത ആളുകൾ, അവർക്കാണ് ജീവിതത്തിൽ നിർഭയത്വമുള്ളത്. അതെങ്ങനെ കിട്ടുക? അത് ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ കിട്ടും. അള്ളാഹുവിനെ അറിഞ്ഞ ഒരാൾക്ക്, അല്ലേ? അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾക്ക്. നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ എന്താ പറയുന്നത്? അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും എല്ലാം നമുക്ക് അള്ളാഹുവിനെ പറ്റി നമ്മളെ ബോധ്യപ്പെടുത്തി തരുകയാണ്. അള്ളാഹുവിൻ്റെ ഓരോ പേര്, അല്ലേ? അള്ളാഹു സമീ ആണെന്ന് പറയുമ്പം, അള്ളാഹു ബസീറാണെന്ന് പറയുമ്പം, അള്ളാഹു ഗഫൂറാണെന്ന് പറയുമ്പം, അള്ളാഹു ഖദീറാണെന്ന് പറയുമ്പം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്വം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ആവശ്യക്കാരനാണ് എന്ന്. അള്ളാഹുവിൻ്റെ ഓരോ പേരും
നമ്മൾ എത്ര നിസാരനാണ് എന്നും അള്ളാഹു എത്ര കഴിവുറ്റവനാണ് എന്നും അള്ളാഹുവിലേക്ക് നമ്മൾ എത്ര ആവശ്യക്കാരനാണ് എന്നുമാണ് അള്ളാഹുവിൻ്റെ ഓരോ പേരും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലേ? ഇപ്പം നമ്മൾ പ്രാർത്ഥന ആരാധനയാണെന്ന് പറയുമ്പം നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് അതാണ്. അല്ലേ? എന്താണ് ആരാധന? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. അല്ലേ? നമ്മളെപ്പോഴും പറഞ്ഞാണല്ലോ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ മാത്രം നമ്മൾ ഈ ജീവിതത്തിന് ഇപ്പം ഇന്ന് നേരം വെളുത്ത് ഈ നേരം വരെ നമ്മൾ എത്ര നേരം ഇപ്പം അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ടാവും? ഇപ്പം നമ്മൾ മനസ്സിലെപ്പോഴും നമ്മൾ നിസ്കരിച്ചു, ഖുർആൻ ഓതി, കുറച്ച് ദിക്ർ ചൊല്ലി, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സ്വതൊക്കെ കൊടുത്തു. ഇതൊക്കെ ഇപ്പം നമ്മളെ ഒരു എന്തായിട്ട് കൂട്ടുള്ളൂ, നമ്മളൊരു ആരാധനയായിട്ട് സാധാരണ ഒരാൾ കൂട്ടുള്ളൂ. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവർത്തികളും എല്ലാം എന്താണ്? ഒരു ചിന്ത പോലും, അല്ലേ? അള്ളാഹുവിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് പോലും നമ്മൾ എത്ര നിസ്സാരണക്കാരനാണ് എന്നും അള്ളാഹു എത്ര വലിയവനാണ് എന്ന് നമ്മളെ മനസ്സിൽ ഒരു ചിന്ത വന്നാൽ പോലും അത് ആരാധനയാണ്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അള്ളാഹുവിനെ ഇപ്പോൾ ഒരു പ്രാർത്ഥന ആരാധന ഹുവൽ ഇബാദ നമ്മൾ പറയും. പ്രാർത്ഥന ആരാധനയാണ്. അപ്പോൾ പ്രാർത്ഥന എന്താ? പ്രാർത്ഥന രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇബാദത്തിൽ വരുന്ന പ്രാർത്ഥന ഉണ്ട്. രണ്ടാമത്തത് എന്താണ്? നമ്മൾ ചോദ്യങ്ങളായിട്ട് വരുന്ന പ്രാർത്ഥന. നമ്മൾ ആവശ്യങ്ങൾ നമ്മൾ പടച്ചവനോട് ചോദിക്കും, അത് ആരാധനയാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളെ പരീക്ഷ പാസ്സാക്കി തരണേ, എൻ്റെ വിസ ശരിയാകണേ, അല്ലേ? ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളൊരു എയർപോർട്ടിൽ നമ്മൾ യാത്ര പോകുമ്പോൾ, ഇപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ എയർപോർട്ടിക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് എയർപോർട്ടിലുള്ള ടൈം ഗൂഗിളിൽ നോക്കി 1 മണിക്കൂറാണ് ടൈം ഇവിടുന്ന് എയർപോർട്ടിക്ക് എത്താനുള്ളത്, അല്ലേ? ഞാൻ പ്രാർത്ഥന ആരാധന ആകണത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ബോധ്യപ്പെടണേ. കാരണം അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ നമ്മളെ നീയത്ത് ഒന്നുകൂടി നന്നാക്കാൻ പറ്റും, അല്ലേ? ഇവിടുന്ന് ഇപ്പോൾ എയർപോർട്ട് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയിട്ട് 1 മണിക്കൂർ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. നമ്മൾ അവിടെയും 2-3 സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാണ്. 2-3 സ്ഥലം നമുക്കറിയാം. അപ്പം നിങ്ങളെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എവിടെയൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടാകുക എന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ഒരു 1/2 മണിക്കൂർ എക്സ്ട്രാ കൂട്ടി. സാധാരണ 10 മിനിറ്റ് ബ്ലോക്കിന് നമ്മൾ ഒരു 1/2 മണിക്കൂർ കണ്ടിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഒരു പ്രശ്നമില്ല, നമ്മൾ എന്തായാലും എത്തും. അത്രയും നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അത്രയും നല്ല വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്, തകരാറാവില്ല. നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടി ഇറങ്ങി. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ബ്ലോക്കിൽ കുടുങ്ങി വിചാരിക്കാം. നമ്മൾ ഫ്രീ ആകുമെന്ന് വിചാരിച്ച സമയത്ത് നമ്മൾ ഫ്രീ ആയില്ല. ഏകദേശം ഫ്ലൈറ്റ് ഇങ്ങനെ പോയാൽ നമ്മൾക്ക് ഫ്ലൈറ്റ് മിസ്സാകും എന്നൊരു സാഹചര്യം വന്നാൽ അതുവരെ സമാധാനത്തിലിരുന്ന നമ്മൾ എന്ത് ചെയ്യും? അതുവരെ നമ്മൾ ഒന്നും ആലോചിച്ചില്ല. കാരണം എല്ലാ ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചാലും നമുക്ക് ഫ്ലൈറ്റ് കിട്ടും. അതുകൊണ്ട് നമ്മൾ സമാധാനത്തിൽ കുത്തിരിക്കുകയാണ്. ഇപ്പം നമ്മളെ സമാധാനം പോയി. ഇനി ഫ്ലൈറ്റ് കിട്ടുമോ കിട്ടൂലേ എന്നുള്ളൊരു ബേജാറ് തുടങ്ങി. അപ്പോൾ നമ്മളെ മനസ്സിൽ നിന്നൊരു പ്രാർത്ഥന വരും, റബ്ബേ എൻ്റെ ഫ്ലൈറ്റ് മിസ്സാകരുത്, എങ്ങനെങ്കിലും അവിടെ എത്തിച്ച് കൊണ്ടാ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു തേട്ടം വരും. അതെന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന വിചാരിച്ച് എത്ര നേരം നമ്മൾ സമാധാനത്തിലിരുന്നത്. നേരത്തെ ഇറങ്ങി നമ്മളൊക്കെ പ്രതീക്ഷിച്ച മാതിരിയായി, പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഒന്ന്, നമ്മൾ ആവശ്യക്കാരനാണ്. 2, നമ്മളെ കൊണ്ട് കഴിയൂല എന്ന് നമുക്ക് മനസ്സിലായി. 3, അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്തത്? പടച്ചോനെ എത്തിച്ചേരണേ, ഫ്ലൈറ്റ് മിസ്സാകല്ലേ, ആ ഫ്ലൈറ്റിൽ തന്നെ പോകണം എന്ന് നമ്മളെ മനസ്സിൽ നിന്നൊരു പ്രാർത്ഥന വന്നത് എന്തുകൊണ്ടാണ്? അത് ആരാധനയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അവിടെ അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹു ഖദീറാണ്, അല്ലേ? അള്ളാഹു എല്ലാറ്റിനും നമ്മളറിയാതെ നമ്മളെ മനസ്സിൽ നിന്ന് വന്ന ആ പ്രാർത്ഥന, അല്ലേ? എൻ്റെ ഫ്ലൈറ്റ് മിസ്സാകല്ല റബ്ബേ, എന്നവിടെ എത്തിച്ചു കൊണ്ട് റബ്ബേ എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന ആ വിളിനാദുണ്ടല്ലോ, ആ വിളിയുണ്ടല്ലോ,
അത് പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട്? ആ പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു റബ്ബാണ് എന്നുള്ള റുബൂബിയത്ത് അതിലുണ്ട്. അല്ലാഹു റബ്ബാണ്. രണ്ട് അല്ലാഹു എന്താണ്? അല്ലാഹു ആരാധനക്കർഹൻ. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. 3, അല്ലാഹുവിൻ്റെ എത്ര നാമഗുണ വിശേഷണങ്ങളാണ് നിങ്ങളുടെ ആ തേട്ടത്തിലുള്ളത്. 1, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. എൻ്റെ ഈ പ്രതിസന്ധി ഏറ്റവും നന്നായി അറിയുന്നവൻ എൻ്റെ റബ്ബാണ്. 2, എൻ്റെ അല്ലാഹു പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഞാൻ എവിടെ വെച്ച് എങ്ങനെ വിളിച്ചാലും കേൾക്കുന്ന സമീ ആണ് എൻ്റെ റബ്ബ്. ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ കഴിവുള്ള മുജീബാണ് എൻ്റെ റബ്ബ്. ആ പ്രതിസന്ധിക്ക് പരിഹാരമറിയുന്ന അലീമാണ് എൻ്റെ റബ്ബ്. ആ പ്രതിസന്ധിക്ക് ആ പ്രതിസന്ധി മാറ്റിത്തരാൻ കഴിവുള്ള ഖദീറാണ് എൻ്റെ റബ്ബ്. ഇതൊക്കെ ആ പ്രാർത്ഥനയിലുണ്ട്. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുണ്ട്? ഇതൊക്കെ ഉൾക്കൊണ്ടാണ്, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥന ആരാധനയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രാർത്ഥനയാണ് ജീവിതം, അല്ലേ? ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും സഹാബത്ത് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ടൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ VKസിൻ്റെയും ബൈക്കോഫിൻ്റെ ഒക്കെ ഒരു അവായി ചെരുപ്പ് ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് ഒരു 10 അടി നടക്കുമ്പോൾ 2 വട്ടം വാറ് വേറിടും. ആ ചെരുപ്പ് തന്നെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലേ? ഇവിടെ പ്രായമായവർക്കൊക്കെ അറിയുണ്ടാവും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, വാർ ഇങ്ങനെ പോരുമ്പോൾ ഒന്നിട്ട് തള്ളി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് അത്ര നിസ്സാരമായ കാര്യത്തിന് വേണ്ടി പോലും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പം അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധമാണത്. ഒരു എമോഷണൽ, ഒരു വൈകാരികമായ കണക്ഷൻ. സത്യത്തിൽ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ബന്ധമാണ്. അതാണൊരു വിശ്വാസിയുടെ ലൈഫ്. നമ്മൾ രാവിലെ എഴുന്നേറ്റത് ആ പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എത്ര ആളുകളാണ് രാത്രി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാതിരുന്നത്, അല്ലേ? രാവിലെ വിളിച്ചിട്ട് എഴുന്നേൽക്കണില്ല, നിലത്ത് വീണ് കിടക്കുകയാണ്, ബെഡിൽ കിടക്കുകയാണ്. എത്ര ആളുകൾ ഉറങ്ങിയിട്ട് എണീക്കാത്തവരായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എണീറ്റു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അപ്പോഴുകൾ നോക്കി ഇപ്പം നമ്മൾ തൽക്കാലം എന്ത് ചെയ്തിക്കണ്, നമ്മൾ ജീവിച്ചിക്കണ്. പക്ഷേ വഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് മടക്കം. എപ്പോഴും റിമൈൻഡറാണ്. പടച്ചോ ഇങ്ങനെ റിമൈൻഡ്, എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആരാധനകളും ഇതിങ്ങനെ ഫുൾ ടൈം നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്താ നിങ്ങൾ ഇതൊന്നും അർത്ഥറിയാത്തതുകൊണ്ടും ചിന്തിക്കാത്തത് കൊണ്ടും നമുക്കത് ഫലം ചെയ്യണില്ല. നമ്മൾ ഹൃദയത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല, ഒരു സ്വാധീനം ചെലുത്തുന്നില്ല. ഒന്ന്, നമ്മൾ പറയണത് എന്താന്ന് നമ്മൾ ആലോചിക്കണില്ല. 2, അതിൻ്റെ അർത്ഥം പല ആളുകൾക്കും അറിയണമല്ലോ. അതൊരു ബോധപൂർവമല്ല ഉച്ചരിക്കുന്നത്, അതൊരു യാന്ത്രികമായി മെക്കാനിക്കലായിട്ട് ഉച്ചരിക്കണം. ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും, ഒന്ന് കാല് വെച്ചുത്തി, അല്ലെങ്കിൽ ഒന്ന് ഒരു സ്റ്റെപ്പ് അധികം വെച്ച് ചെറിയൊരു വേദന ഉണ്ടായി. അപ്പോൾ എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ചെറിയൊരു വേദന പോലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണെന്നാണ്. അള്ളാഹുവിലേക്ക് ഒരു മടക്കയാത്ര ഉണ്ട് എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ ജീവിതത്തിലെ മുഴുവൻ, നിങ്ങൾ നിസ്കാരമായാലും നോമ്പായാലും നിസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും അള്ളാഹു അക്ബർ, അല്ലേ? ഞാൻ ഒരു പ്രസംഗത്തിൽ ഇതേപോലെ അള്ളാഹു അക്ബർ ഒരു ദിവസം എത്ര തവണയാണ് നമ്മൾ അള്ളാഹു അക്ബർ എന്ന്. ആ ക്ലിപ്പ് ഒരാൾ കേട്ടിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ ഒരു മുസ്ലിം പറയുന്ന അള്ളാഹു അക്ബറിൻ്റെ കണക്ക് മൊത്തം എഴുതി വാട്സപ്പിൽ, ഞാൻ മറന്നുപോയി, എൻ്റെ എണ്ണം മറന്നുപോയി, എന്തായാലും 300-ൻ്റെ 400-ൻ്റെ മുകളിലിട്ടുണ്ട്. ഒരു ദിവസം ഒരു വിശ്വാസി പറയണ അള്ളാഹു അക്ബറിൻ്റെ എണ്ണ ഞാൻ പറയണേ. ഒരു നിസ്കാരത്തിൽ ഓരോ ആക്ഷനിലും അള്ളാഹു അക്ബർ, ബാങ്കിൽ അള്ളാഹു അക്ബർ, ഇക്കാമത്തിൽ അള്ളാഹു അക്ബർ, നിസ്കാരം കഴിഞ്ഞാൽ 33 വട്ടം അള്ളാഹു അക്ബർ, അത് കഴിഞ്ഞ് ഓരോ സുന്നത്തും ഫർളിനൊക്കെ ഉണ്ടല്ലോ, ഓരോ സ്റ്റെപ്പിനും അള്ളാഹു അക്ബറാണ്. പിന്നെ കിടക്കാൻ നേരത്ത് വീണ്ടും 34 വട്ടം അള്ളാഹു അക്ബർ. ഒരു ദിവസം എത്ര അള്ളാഹു അക്ബർ ചെല്ലുണ്ട്? അതിലൊരു അള്ളാഹു അക്ബർ എങ്ങാനും ഹൃദയത്തിൽ തട്ടിയെങ്കിൽ നമ്മളെ ഈമാൻ എത്രയ്ക്കാരം. ഒറ്റ അള്ളാഹു അക്ബർ. എന്താണ് അള്ളാഹു അക്ബർ? അള്ളാൻ്റെ വലിപ്പല്ല, അള്ളാഹു അക്ബറാണ്. അതിൻ്റെ ആ വലിപ്പത്തെക്കാൾ അതിൻ്റെ ഒരു ആശയുണ്ട്.
അള്ളാഹുവാണ് ഏറ്റവും വലിയ നന്മ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണെന്നാണ്. എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് എൻ്റെ റബ്ബിനോടാണ്. ബാക്കി ഒന്നും എനിക്കെന്തല്ല, എനിക്കൊരു പ്രശ്നമല്ല. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടമാണ് ഞാൻ ഏറ്റവും പരിഗണിക്കുക. എൻ്റെ റബ്ബിനത് ഒരു പ്രയാസമാണോ, എൻ്റെ റബ്ബിന് ഇഷ്ടക്കേടുണ്ടാക്കുന്ന കാര്യമാണോ, പിന്നെ ആർക്കും ഇഷ്ടമുണ്ടായിട്ടും കാര്യമില്ല, ഞാൻ അതിനുണ്ടാവില്ല, എന്നെ അതിന് കിട്ടൂല. അതൊരു നിലപാടാണ് ജീവിതത്തിൽ. ഒരു അല്ലാഹു അക്ബറെങ്കിലും ഹൃദയത്തിൽ തട്ടി നമ്മളൊരു ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതം എത്ര മാറിയിട്ടുണ്ടാവും. 17 പ്രാവശ്യമാണ് ഒരാൾ ഫാത്തിഹ ഓതുന്നത്. ഫാത്തിഹയും എന്നാൽ അള്ളാഹു മനുഷ്യനുമായുള്ള നേരിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ പടച്ചോൻ അവിടുന്ന് അർശിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ. അർ-റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി എന്ന് പറയുന്നത്. അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഞാനും അടിമയും തമ്മിലുള്ള കരാറാണെന്ന് പറയുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പ്രാർത്ഥനയാണ്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സിറാത്തുൽ മുസ്തഖീമിലേക്ക് എനിക്ക് ഗൈഡൻസ് കൊണ്ടാ. ആലോചിച്ച് നോക്കി, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മൾ ആ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, 3 കാര്യമാണ് ആ ചോദ്യത്തിൽ നമ്മൾ ചോദിക്കണമെന്ന് ആ പണ്ഡിതന്മാർ പറഞ്ഞത്. ഞാനത് പറഞ്ഞത് പല പ്രസംഗത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും. പക്ഷെ എന്തോ ഇത് വീണ്ടും ആവർത്തിച്ച് പറയണം. എന്താ വെച്ചാൽ ഒരു ഫാത്തിഹ നന്നായാൽ നമ്മൾ നന്നാവും. നിസ്കാരത്തിലെ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ചെല്ലുമ്പം 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. ഒന്നെന്താ നിങ്ങൾ ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ ചേർക്കണേ എന്ന് പറയുമ്പം ശരിയായ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന ദീനാണ്, അത് ഖുർആനാണ്. അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ച് കാണിച്ച സഹീഹായ ഹദീസാണ്. ആ ഖുർആനും ഹദീസ് അനുസരിച്ചുള്ള ജീവിതമാണ് ഈ സിറാത്തുൽ മുസ്തഖീം. അതിലേക്ക് എനിക്ക് മാർഗദർശനം നൽകണേ എന്ന് പറയുമ്പം അതിൽ 3 കാര്യമുണ്ട്. ഒന്ന്, അത് അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ളൊരു തൗഫീക്ക് ഉണ്ട്. അത് പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. 2 അതനുസരിച്ച് ജീവിക്കാനുള്ളൊരു തൗഫീക്ക് പടച്ചോൻ തരണം. ഇതൊക്കെ അറിഞ്ഞിട്ട് കാര്യമല്ല, ഇതറിഞ്ഞാലും അതനുസരിച്ച് ജീവിക്കാൻ പറ്റണം. മൂന്നാമത്തെ കാര്യം എന്താണ്? മരണം വരെ ആ സിറാത്തുൽ മുസ്തഖീമിൽ നിൽക്കാൻ പറ്റണം. ഇതൊക്കെ ജീവിച്ചിട്ട് അവസാനം മരണത്തിൻ്റെ നേരത്ത് വഴിതെറ്റി മരിച്ചു പോണ ആളുകളുണ്ട്. നിങ്ങൾ ആലോചിക്കുക, എന്തൊരു നിർഭാഗ്യവാന്മാരാണ്. എൻ്റെ ഒരു സുഹൃത്ത് തമാശക്ക് പറയാണ്, എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും പറയും, ഇരുലോക വിജയി എന്ന് പറഞ്ഞാൽ ആരാ ചോദിക്കും. ചില ആൾക്കാരോട് ഉറങ്ങണ്ട പോലെ ഉറക്കം പോകാൻ വേണ്ടി. ഇരുലോക വിജയി എന്ന് പറഞ്ഞാൽ ആരാ? മൂപ്പര് പറയാൻ തരുമോ? ഈ നമ്മൾ MBBS പഠിച്ചുമ്പോൾ ഈ റിസർവേഷൻ അതേമാതിരി മറ്റേ ഇത് കിട്ടുമല്ലോ, എന്താ പറയുക, റിസർവേഷൻ കിട്ടുന്ന ആൾക്കാരുണ്ട്. SC STക്കാർ, അവർക്കാണ് എല്ലാത്തിലും റിസർവേഷൻ ഉണ്ടാകുക. അപ്പോൾ SC ST ആയിട്ട് ജനിക്കുക, മൂമിനായിട്ട് മരിക്കാറ്, ഓനാണ് ഇരുലോക വിജയി. തമാശക്ക് പറയണാണ്. ചില എല്ലാ റിസർവേഷനും എല്ലാ സ്ഥലത്തും ജോലിയും ഗവൺമെൻറ് ജോലിയും ഒക്കെ കിട്ടും ചെയ്യും. എന്നിട്ട് പിന്നെ മരിക്കാൻ നേരത്ത് മൂമിനായിട്ടാണ് മരിക്കും ചെയ്ത്. അപ്പോൾ സ്വർഗം കിട്ടി. അപ്പോൾ 2 ലോകത്തും വിജയിച്ചു. തമാശക്ക് പറയണാണ്. ഞാൻ പറഞ്ഞ എന്താ, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇതനുസരിച്ച് ലാസ്റ്റ് ഇതിൽ ഇതൊക്കെ ചെയ്ത് മുഹ്മിനായിട്ട് മരിക്കാനുള്ളൊരു തൗഫീക്കും കൂടി കിട്ടിയാലേ ഇത് പൂർത്തിയാവുള്ളൂ. ഈ 3 കാര്യമാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമിൽ എന്ത് ചെയ്യണത് ഒരാൾ ചോദിക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം നമ്മൾ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ ഈ 3 കാര്യം ഒന്ന് മനസ്സിക്ക് വന്നാൽ ആ ഫാത്തിഹ ക്ലിക്കായില്ലേ? ഒരു ഫാത്തിഹ ക്ലിക്കായാൽ പോരെ. നമ്മൾ മനസ്സിൽ ആ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പടച്ചോനോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. പടച്ചോനെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്താൻ, അത് മനസ്സിലാകാൻ, പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിലാണ് മരിക്കാനുള്ളൊരു തൗഫീക്ക് കൊണ്ടാന്ന് ഒരു ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം പറയുമ്പം നമ്മളെ മനസ്സിൽ വന്നാൽ എത്ര ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം നമ്മൾ പറയുന്നുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം. 2 കൂട്ടരുതീന്ന് തെറ്റിപ്പോയിട്ടുണ്ട് എന്നാണ് ഈ സിറാത്തുൽ മുസ്തഖീം. ഒന്നാരാര്യങ്ങൾ ഒന്ന് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതനുസരിച്ച് ജീവിക്കാത്ത ആൾക്കാർ, മനസ്സിലാക്കിയിട്ട് പിന്നെ അതനുസരിച്ച് ജീവിക്കാതൊക്കെ. അതാണ് യഹൂദന്മാരുടെ ഉദാഹരണം. 2 ഇത് മനസ്സിലാക്കാൻ തന്നെ ശ്രമിക്കാതെ പോയ
ഹതഭാഗ്യവാന്മാരായ വഴിതെറ്റിപ്പോയ ആളുകൾ. ക്രിസ്ത്യാനികളുടെ ഉദാഹരണം പറഞ്ഞതിലൂടെ ഈ രണ്ട് കൂട്ടരും ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോയിന്ന അതിൽ ഞങ്ങളെ ചേർക്കല്ല റബ്ബേ എന്ന് പറയുമ്പം മലക്കുകളും മനുഷ്യരും ഒന്നിച്ച് ആമീൻ പറയുന്നതാണ്. അപ്പോൾ അല്ലാഹ് അർശിൻ്റെ മുകളിൽ നിന്ന് പറയത്രേ, എൻ്റെ അടിമ അവൻ ചോദിച്ചതൊക്കെ അവനുണ്ട് എന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ദിവസം ഇത്രയും സീരിയസ് ആയിട്ട് ഇതൊക്കെ മനസ്സിൽ ഹാജരാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കൂല ഞങ്ങൾ വിചാരിക്കണേ. പക്ഷെ എന്താ നിങ്ങൾ ജീവിതത്തിൽ ഒരു നിമിഷം ഒരു നേരമെങ്കിലും അത്ര ആത്മാർത്ഥതയോടെ നമ്മൾ ഫാത്തിഹ ഓതിയിട്ടുണ്ടോ? ഒരൊറ്റ ഫാത്തിഹ ജീവിതത്തിലൊരിക്കൽ അർത്ഥറിഞ്ഞ് ഹൃദയത്തിൽ ഹാജരാക്കിയിട്ട് ഇതാണ് ചോദിക്കുന്നത്, ഇതാണ് ഇവിടെ പറയുന്നത്, പടച്ചോൻ ഇതിന് മറുപടി പറയേണ്ടെന്നുള്ള ഒരു ഗാംഭീര്യത്തോടെ, ഒരു മനസ്സോടെ, ഒരു കൽബിൻ്റെ പ്രസൻസോടെ സഹോദരങ്ങളെ ഒരു ഫാത്തിഹയെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ നമ്മൾ ഓതിക്കണമെങ്കിൽ നമ്മൾ ഈമാൻ എത്ര ഉണ്ടാവും? അപ്പം അതുകൊണ്ട് ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഈ ഇബാദത്തുകളും ഈ ദീനൊക്കെ അള്ളാഹു ഡിസൈൻ ചെയ്തത് എന്താ നിങ്ങൾ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലിങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓരോ നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, ദിക്റാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, എല്ലാം ഓരോ സന്ദർഭത്തിലും സാഹചര്യത്തിലുമുള്ള പ്രാർത്ഥനകളും കർമ്മങ്ങളും ആരാധനകളും ഒക്കെ ഈ ഒരു നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ്. പടച്ചവനുമായുള്ള നിരന്തരമായ ഒരു ബന്ധമാണ്. ഒരിക്കലും എന്താണ് നമ്മളെ ആ വിടുത്ത് കുറയാത്ത, ബ്രാൻഡ് വിടുത്ത് കുറയാത്ത ഒരു സ്ട്രോങ് കണക്ഷനാണ് സത്യത്തിൽ ഈ ദീൻ നമുക്ക് നൽകുന്നത്. അങ്ങനെ കണക്ഷൻ ഒരാൾക്ക് ഈ ദീൻ നൽകുന്ന ഒരു നിർഭയത്തുണ്ട്. അതാണ് ഒരു വിശ്വാസി ആസ്വദിക്കേണ്ടത്. അതാണ് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ കിട്ടേണ്ടത്. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കലല്ല ജീവിതം. ആ പ്രയാസങ്ങളിൽ നിർഭയത്വത്തോടുകൂടി അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു എനർജി കിട്ടുന്നുള്ളതാണ്, ഒരു ശക്തി കിട്ടുന്നുള്ളതാണ്. അതെപ്പോഴാണ് കിട്ടുക? അത് അള്ളാനെ അറിയണം. അള്ളാഹുവാണ് എൻ്റെ ഉമ്മയെക്കാളും, എൻ്റെ ഉപ്പയെക്കാളും, എൻ്റെ വല്യപ്പയെക്കാളും, എൻ്റെ വല്യമ്മയെക്കാളും, എൻ്റെ ഭാര്യയെക്കാളും, എൻ്റെ മക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ റബ്ബാണ് എന്ന തിരിച്ചറിവാണ്. അതാണ് അള്ളാഹുവാണ് വദൂദ് എന്ന് പറയുന്നത്, അള്ളാഹുവാണ് റഹീം എന്ന് പറയുന്നത്, അള്ളാഹുവാണ് റഹ്മാൻ എന്ന് പറയുന്നത്. അള്ളാഹ് എന്ന പേരിന് തുല്യമായി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളിൽപ്പെട്ടതാണ് അർ-റഹ്മാൻ എന്ന പേര്. അർ-റഹ്മാൻ എന്ന പേര് അള്ളാഹ്, അതുകൊണ്ട് റഹ്മാൻ എന്നുള്ള പേര് മനുഷ്യന് ഇടാൻ പാടില്ല. അബ്ദുറഹ്മാനെ റഹ്മാനെ എന്ന് വിളിക്കരുത്. ബാക്കി ഏത് പേര് നിങ്ങൾക്ക് അബ്ദുറഹീമിനെ റഹീം എന്ന് വിളിക്കാം, കുഴപ്പമില്ല. പക്ഷേ അബ്ദുറഹ്മാനെ റഹ്മാൻ എന്ന് വിളിക്കാൻ പറ്റൂല. റഹ്മാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. റഹ്മാൻ അള്ളാഹു എന്ന പേരിനോട് അതേപോലെ ഗൗരവത്തിൽ നിൽക്കുന്ന വലിയ ഒരു പേരാണ് ഇസ്മുല്ലാഹിൽ അഅ്ളമാണെന്ത് അർ-റഹ്മാൻ എന്ന പേര്. അതുകൊണ്ട് അത്രയും ഗൗരവമുള്ള പേരാണ് റഹ്മാൻ. അത്രയും കാരുണ്യവാനാണ് പടച്ചോൻ അല്ലേ. ഒരു താബീ പണ്ഡിതനെ മരിക്കാൻ കിടക്കുക, ചെറുപ്പത്തിൽ അസുഖം വന്നിട്ട് പ്രായാഗ്നീൻ്റെ മുമ്പ് മരിക്കാൻ മരണശയ്യയിൽ കിടക്കുമ്പം ഉമ്മ അടുത്തുന്നുണ്ട്. ഉമ്മ അങ്ങനെ സങ്കടപ്പെട്ട് കരയാണ്. കാരണം മകൻ പ്രായാഗ്നീന് മുമ്പേ ചെറുപ്പത്തിൽ അസുഖമായിട്ട് മരിക്കുകയാണ്. അപ്പം ഉമ്മാക്ക് വലിയ സങ്കടം, ഉമ്മ അങ്ങനെ കരയാണ്. അപ്പം ഉമ്മാൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഉമ്മാനോട് മകൻ ചോദിക്കണം, ഉമ്മ നാളെ മഹ്ശറിൽ നമ്മളെ ഹാജരാക്കിയിട്ട് പടച്ചോൻ പറയണേ, അന്നെ സ്വർഗത്തുക്കോ നരകത്തുക്കോ കൊണ്ടുപോകാനുള്ളൊരു അധികാരം, ചോയ്സ്, എന്നെ നരകത്തുക്കാണോ ഇടേണ്ടത് സ്വർഗത്തുക്കാണോ ഇടേണ്ടത് എന്നുള്ളത് എൻ്റെ ഉമ്മാക്ക് തീരുമാനിക്കാനുള്ള ഒരു അധികാരം നാളെ പരലോകത്ത് പടച്ചോൻ നിങ്ങൾക്ക് തന്നാൽ, നിങ്ങൾക്കും പടച്ചോൻ തരികയാണ്. നിങ്ങളെ മകനെ സ്വർഗത്തുക്കാണോ നരകത്തുക്കാണോ ആക്കേണ്ടത് നിങ്ങളോട് പടച്ചോൻ ചോദിച്ചാൽ, നിങ്ങൾക്ക് അതിൻ്റെ അധികാരം തന്നാൽ എന്താ അമ്മ നിങ്ങൾ കാട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞ എൻ്റെ മകൻ്റെ കുട്ടീൻ്റെ എല്ലാ തെറ്റും കുറ്റും ഞാൻ മാപ്പാക്കിയിട്ട് സ്വർഗത്തേക്ക് ഇടും, അതിലെന്താ സംശയം? അപ്പം ആ മകൻ തിരിച്ചു ചോദിക്കണം ഉമ്മാനോട്, ഉമ്മ നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി,
നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, ആ റബ്ബിലാണ് ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ഇത് കളവല്ല, അത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. മാതാവിനേക്കാൾ അടിമയെ സ്നേഹിക്കുന്നവനാണ് അള്ളാഹു എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. ഒരു മാതാവിനൊരു കുട്ടിയോടുള്ളതിനേക്കാൾ സ്നേഹം ഒരു അടിമയോട് അള്ളാഹുവിനുണ്ട് എന്നാണ്. നമ്മൾ അള്ളാഹ് അത്രയും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ നന്ദികേട് കാണിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പം അതുകൊണ്ട് ഇതൊരു തിരിച്ചറിവാണ്, അള്ളാഹുവിനെ അറിയാന്നുള്ളത്. അള്ളാഹു അത്രയും സ്നേഹമുള്ളവനാണ്. അപ്പം അള്ളാഹിനോട് നമുക്ക് സ്നേഹം കുറയണത് എപ്പോഴാണ്? നമുക്ക് ഇഷ്ടമല്ലാത്തത് സംഭവിക്കുമ്പോഴാണ്. നമുക്ക് അള്ളാഹിനോട് ഇഷ്ടക്കേട് വരുന്നത്. മക്കൾ ആക്സിഡൻ്റായി മരിക്കുക, നമ്മളെ മക്കൾക്ക് പിരാന്താകുക, അല്ലെങ്കിൽ മക്കൾ കുഫറും ശിർക്കുമായിട്ട് യുക്തിവാദിയായിട്ട് പോവുക. നമ്മളങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടും അവൻ യുക്തിവാദിയായി എന്നത് സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നൂഹ് നബിയുടെ മകൻ അവൻ കാഫിറായിട്ടാണ് മരിച്ചത്. അല്ല, നമുക്കതിൽ പങ്കുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിച്ചത്. നമ്മൾ അവനെ വളർത്തേണ്ട പോലെ വളർത്തിയിട്ടുണ്ടോ? അവന് നൽകേണ്ട വിജ്ഞാനം, അറിവ് നമ്മൾ നൽകേണ്ട പോലെ നൽകിയിട്ടുണ്ടോ? അതേ നമ്മളോട് ചോദിക്കുള്ളൂ. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത ആയത്തിറങ്ങി. എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിനെ 8ാമത്തെ വയസ്സിൽ ഏറ്റെടുത്ത അബൂ ത്വാലിബ് 50ാമത്തെ വയസ്സിലാണ് വഫാത്താകണത്. 42 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ ത്വാലിബും ഒന്നിച്ച് ജീവിച്ചത്. 42 കൊല്ലം അബൂ ത്വാലിബിൻ്റെ നിഴലിലും സംരക്ഷണത്തിലുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചതും വളർന്നതും. അവസാനം അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് എന്താഗ്രഹം ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കി. മാപ്പിമ്മിയില്ലാത്ത ഒരു കുട്ടിനെ വളർത്തിയ ഒരാളോട് എത്ര കൂറുണ്ടാവും ഒരാൾക്ക്, ഒരു സാധാരണ മനുഷ്യന്. അതേപോലെ എല്ലാ പ്രതിസന്ധിയിലും ഒപ്പം നിന്ന ആളാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുകയാണ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കിട്ടിയാൽ മതി. ആ തൊള്ളോണ്ടൊന്ന് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, ബാക്കി ഞാൻ നോക്കിക്കോളാന്നാണ്. പക്ഷെ പറഞ്ഞില്ല. ഫീമില്ലത്തി ആ അബൂജഹലിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും, നബിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും. എന്താ ഇപ്പം ചെയ്യുക? ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അബൂജഹൽ എന്താ വിചാരിച്ചതെന്നാണ്. അങ്ങനെ ഫീമില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടാണ് അബൂ ത്വാലിബ് മരിച്ചു പോകുന്നത്. നബിക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ല. നബിക്ക് എത്ര വിഷമുണ്ടാലും ചോക്കി, നബിൻ്റെ ഹൃദയം പൊട്ടുകയാണ്. അള്ളാഹു ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്നാണ്. അതുകൊണ്ട് ഒരാളെയും ഹിദായത്തിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അത് അള്ളാഹുവിൻ്റെ നമ്മൾക്ക് എന്തുള്ളൂ? നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഏറ്റവും നന്നായി പറയണം. അതാണ് നമ്മളിപ്പോൾ വിചാരിക്കണതോ, എങ്ങനെയെങ്കിലും അത് പറഞ്ഞു കൊടുത്താൽ പോരാ. ഇപ്പം നിങ്ങൾ ആലോചിച്ച്, നിങ്ങളെ പേരിൽ നല്ലൊരു കല്യാണമുണ്ട്, ഒരു കല്യാണം അല്ലെ ഒരു സൽക്കാരം, എല്ലാവരെയും വിളിച്ചിക്കണം. നല്ല നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സൽക്കാരം നല്ല ഭയങ്കര സെറ്റപ്പിൽ. ആ സൽക്കാരത്തിനാണ് ശരിക്കും നമ്മളെ വിളിച്ചേണ്ടി, കല്യാണത്തിനല്ല. കാരണം അവിടെ ഭയങ്കര സെറ്റപ്പായി. കാരണം എല്ലാ ഐറ്റംസും ഫുഡും ഒക്കെ ഉണ്ടാവും, ഒക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചൊക്കെയാണ്. എന്നിട്ട് നമ്മൾ വന്നിട്ട് പറയാ ആടോ അല്ല തിക്കോളി ഇടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒക്കെ സെറ്റപ്പാക്കി വെച്ചിട്ട് നമ്മൾ ഒന്ന് കഴിച്ചോളി എന്ന് പറഞ്ഞതിന് പകരം ആട് പോയോ അല്ല തിക്കോളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതേമാതിരിയാണ് ചില ആൾക്കാരെ ദൈവത്തെ ഉണ്ടാല്. അപ്പോൾ നമ്മളെ വീട്ടിലൊരു സൽക്കാരത്തിൽ ഒരാൾ പങ്കെടുക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് അയാളെ നമ്മൾ എത്ര സ്നേഹത്തോടെ വിളിക്കും, അങ്ങനെയാണ് നമ്മൾ ഈ ദീനിലേക്ക് ഒരാളെ വിളിക്കേണ്ടത്. അത്രയും നസീഹത്ത് വേണം അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ ദഅവത്ത് നടത്തിയിട്ട് രാത്രി വീട്ടിൽ വന്നിട്ട് കരയാണ്, പ്രാർത്ഥിക്കുകയാണ് അവർ മാറാൻ വേണ്ടിയിട്ട്. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا. സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന ആയത്താണത്. എല്ലാ വെള്ളിയാഴ്ചയും അവർ ഈ സന്ദേശം സ്വീകരിക്കാത്തതിനുള്ള വിഷമത്തിൽ താങ്കൾ എന്ത് ചെയ്യേണ്ട, താങ്കൾ താങ്കളുടെ ജീവൻ ഒടുക്കുന്നവനായേക്കാം. മലയാളത്തിൽ അർത്ഥമാണ്. ഈ ദീന് പറഞ്ഞു കേട്ടിട്ട് അവരിത് സ്വീകരിക്കാത്തത് കൊണ്ട് നബിയുടെ കുടുംബക്കാരോടാണ് ദീന് പറയുന്നത്, അയൽവാസികളോടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. അവരിത് സ്വീകരിക്കാതെ നബിനെ പരിഹസിക്കാണ്.
അപ്പം നബിക്ക് സങ്കടാകാണ്, വിഷമമാണ്. അവർ ഈ സത്യത്തിൽ നിന്ന് അകന്നു പോകുകയാണല്ലോ. പരിഹസിക്കുന്നവർക്കൊരു പ്രശ്നമുണ്ട്. എന്താ നിങ്ങൾ ഇപ്പോൾ ഒരാൾ കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ അത്ര പ്രശ്നമില്ല. പക്ഷേ ഒരാൾ നമുക്കെതിരെന്നിട്ട് പരിഹസിക്കുമ്പം അവൻ അത്രയും സത്യത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇത് സ്വീകരിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. കേൾക്കാത്ത ഒരാളെന്താ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. കേൾക്കാൻ കൂട്ടാക്കാത്ത ഒരാൾക്കാരുണ്ടാവും. ഓല് എപ്പോഴെങ്കിലും ഇത് കേട്ടാൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. പക്ഷെ കേട്ടിട്ട് അതിനെങ്ങനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പരിഹസിക്കുന്നവന് അവന് മാറ്റം ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അവൻ സത്യത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക. അപ്പം ആ വിഷമം കൊണ്ടാണ് നബി സങ്കടപ്പെടുന്നത്. നബി ജീവനൊടുക്കുന്നവനായി അത്രയും വിഷമം നബിക്കുണ്ടായിരുന്നു എന്നാണ്. അപ്പം സഹോദരങ്ങളെ, ആ ഒരു ഗുണകാംക്ഷ ഈ ദീന് പറയണോടത്ത് നമുക്ക് വേണം. അത് മക്കളോടാണ് ഏറ്റവും, കുടുംബക്കാരോടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം അവരാണ് ഏറ്റവും നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അവരോട് അങ്ങനെ ഗുണകാംക്ഷയോടുകൂടി തന്നെ പറയണം. അപ്പോൾ പറയണില്ല നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു മാതൃക നമ്മൾ സ്വീകരിക്കണം. പക്ഷേ പറയാനേ നമുക്ക് കഴിയുള്ളൂ. നമുക്ക് പരിമിതികളുണ്ട്. മാറ്റമുണ്ടാക്കൽ നമ്മുടെ ദൗത്യമല്ല. നിങ്ങൾ എന്ത് മാറ്റമുണ്ടാക്കി എന്നുള്ളത് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടൂല. പ്രവാചകന്മാർ അവരെന്ത് റിസൾട്ടാണ് ഉണ്ടാക്കിയത് എന്ന് പരലോകത്ത് ചർച്ചല്ല. ഓരോ പ്രവാചകന്മാർ നാളെ മഹ്ശറിൽ വരുന്നതാണ്. ചിലപ്പോൾ ആരും ഉണ്ടാവില്ലാത്ത പ്രവാചകന്മാരുണ്ടാവും, ആരുമില്ലാത്തവരുണ്ടാവും. അല്ലേ? ഉലുൽ അസ്മിൻ്റെ അമ്പിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് 5 പ്രവാചകന്മാരാണ്. 5 പ്രവാചകന്മാർ ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 നബിമാരാണ് പ്രവാചകന്മാരിൽ ഏറ്റവും ടോപ്പായ ആൾക്കാർ, ഏറ്റവും വലിയ ദർജയിൽ നിൽക്കുന്നവർ. അതിൽ നൂഹ് നബിക്ക് എന്താ ഉള്ളത്? നൂഹ് നബിക്ക് എന്താ ഉള്ളത്? 10-ൽ താഴെ അനുയായികളുള്ളത്. ഇങ്ങനെ 10-ൽ താഴെ ആൾക്കാരുള്ള നൂഹ് നബി എന്തുകൊണ്ടാണ് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനായത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് മാറ്റം ഉണ്ടാക്കി എന്നല്ല അള്ളാഹ് നോക്കുക, നമ്മൾ എന്ത് പണിയെടുത്തു എന്നാണ് നോക്കുക. 950 കൊല്ലാണ് നൂഹ് നബി ദഅവത്ത് നടത്തിയത്. അതും ഒരാൾ വരാഞ്ഞിട്ട് നമ്മൾ മറ്റെന്താ ഇവിടെ പറ്റൂല എന്നാ ശരി, നമ്മളിവിടെ പറ്റൂല എന്നാണ് പോവുക ചെയ്യുക. അങ്ങനെ പോയിട്ടില്ല, നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളോട് അത്ര പറഞ്ഞിട്ടുള്ളൂ, നമ്മളോട് ഉപദേശിക്കാനേ പറഞ്ഞല്ലോ. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. മാറ്റമുണ്ടാക്കേണ്ടത് അള്ളാഹുവാണ്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ നല്ലത്, ഇങ്ങനെ പറഞ്ഞാൽ നല്ല. അള്ളാഹു ഖുർആനിൽ സ്വീകരിച്ച ശൈലിയാണ് ഏറ്റവും നല്ല ശൈലി. അതാണ് ദഅവത്തിൻ്റെ മാർഗം. ഈ ഖുർആൻ കൊണ്ടാണ് താക്കീത് നൽകാൻ പറഞ്ഞത്. എന്താണ് ഖുർആൻ? ഖുർആൻ എന്ന് പറഞ്ഞാൽ അതാണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നഖം കടിക്കേണ്ടി വരും, അവിടെ പ്രയാസപ്പെടേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ. ഈ ജീവിതം നമ്മുടേതല്ല. ഈ ജീവിതം ഉടമപ്പെടുത്തുന്നത് നമ്മളല്ല. ഈ ജീവിതത്തിലെ ഒരു കാര്യം വളരെ ചുരുങ്ങിയ ചില മേഖലകളിൽ മാത്രമാണ് നമുക്ക് സ്വാധീനമുള്ളത്, നമുക്ക് അധികാരമുള്ളത്, നമുക്ക് നിയന്ത്രണമുള്ളത്. ബാക്കിയെല്ലാം പ്രപഞ്ച സൃഷ്ടാവായ നിയന്താവായ അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അപ്പോൾ ആ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച്, ആ അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും അവനെ മാത്രം ആരാധിച്ച്, അവനോട് പ്രാർത്ഥിച്ച്, അവനിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഇതിൻ്റെ ദീന് എന്ന് പറഞ്ഞാൽ അതാണ്. അതിനനുസരിച്ചാണ് അള്ളാഹു ഈ ദീന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏതൊരു കാര്യവും 5 നേരത്തെ നിസ്കാരം, അല്ലേ? 5 നേരത്തെ നിസ്കാരം ഒരു പ്രയാസമാണെന്ന് എനിക്ക് ആദ്യം തോന്നിയത്. സത്യം പറയാം. എന്താ ഒരു 100 നിസ്കരിച്ച് ഒന്നിങ്ങോട്ട് വന്ന് നമ്മൾ ഒരു ജോലി ഏർപ്പെടും, പിന്നെ അസ്രാം കൊടുത്തു. അപ്പോൾ എപ്പോഴാണ് ശരിക്കും തോന്നുക? നിങ്ങൾ നമുക്ക് ദീന് കുറച്ച് കുറവാണ്, നമ്മളെ പണിക്കാരന് കുറച്ച് ദീനും ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. അങ്ങനെ 5 നേരം നമ്മളെ കടയിൽ നിന്ന് നിസ്കരിച്ചാൽ പോവുക. 100 കുറച്ച് കഴിഞ്ഞ് ഓറിച്ചെന്ന് പിന്നെ അസറിനാണ് പോവുക. അപ്പം നമുക്ക് അത്ര ദീനില്ലെങ്കിൽ എന്തോ തോന്നും, എന്താ അത് വെറും നിസ്കരിച്ചാനാ അപ്പോൾ അങ്ങോട്ട് വരുന്നതെന്ന്. കാരണം 5 നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുക, 50 നേരത്തെ നിസ്കാരമാണ് ആദ്യം നിർബന്ധമാക്കിയത്. അത് നബി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് അത് 5 ആക്കിയത്. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമുക്ക് കുറച്ച് രീമ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര തിരക്കുള്ള സമയമുണ്ടാവും, നല്ല തിരക്കുള്ള സീസണുകളുണ്ടാവും. അപ്പോൾ ഖുർആനോത്ത് നടക്കൂല, രാവിലെ വൈകുന്നേരത്തെ ദിക്ർ നടക്കൂല, കളി ഒന്നും നടക്കൂല. ആകെ നടക്കെന്താ നിങ്ങൾ 5 നേരത്തെ നിസ്കാരം. കാരണം അത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അതെന്ത് ചെയ്യും, അത് ഇങ്ങനെ കറക്റ്റായിട്ട് പോകും, ബാക്കി ഒരു സാധനം നടക്കൂല. അന്നക്ക് തോന്നിയെന്തരോ, ഈ 5 നേരത്തെ നിസ്കാരം കൂടി ഇല്ലെങ്കിൽ നമ്മൾ പറ്റ പിടുത്തം മുട്ടീനിട്ടോ തോന്നും.
അപ്പം അത്രയും വലിയ കാരുണ്യമാണ് അള്ളാഹു നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ട്രാക്കിൽ ഇങ്ങനെ നിന്നെടുത്താൽ മതി. ദീനിൻ്റെ ഈ ട്രാക്കിൽ നമ്മൾ നിന്നെടുത്താൽ അങ്ങനെ പോണൊരു സിസ്റ്റമാണിത്. വലിയ കുരുത്തക്കേടൊന്നും കാട്ടാതെ ഇങ്ങനെ പോയാൽ പടച്ചോൻ സ്വർഗം തരും. ശിർക്ക് ചെയ്യണ്ടാച്ചാ പോരെ. പിന്നെ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ ഏത് കാര്യമാണ് സഹോദരങ്ങളെ നന്മയായിട്ടുള്ളത്? വ്യഭിചാരം, മോഷണം, അക്രമം, ഇതിലൊക്കെ എന്ത് നന്മയുള്ളത്? ഇസ്ലാം ഹറാമാക്കിയ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നന്മ ഉണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എത്ര സുന്ദരമാണ്. അതുകൊണ്ട് നമ്മൾ നിന്നെടുത്താൽ മതി. ഈ തോനൊന്നും നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നോൽമ്പോറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല സ്വഭാവം ഉണ്ടായി, നല്ല പെരുമാറ്റവും, 5 നേരത്തെ നിസ്കാരം, റമളാൻ മാസം നോമ്പും നോറ്റ്, കഴിവുണ്ടെങ്കിൽ പൈസയും സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ സക്കാത്തും കൊടുത്തിട്ട്, പൈസ ഉണ്ടെങ്കിൽ സാമ്പത്തിക ശേഷി ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു ഹജ്ജും ചെയ്താൽ സ്വർഗത്ത് പോകാൻ പറ്റും. കുറേ ഒന്നും നിസ്കരിച്ചൊന്നും നോൽമ്പോൽക്കണമെന്നില്ല. അതൊക്കെ അതിന് താല്പര്യമുള്ള ചെയ്താൽ മതി. ഞാൻ അത് താല്പര്യമില്ലാച്ച് ഒരാൾ നബിൻ്റെ അടുത്ത് വന്നിട്ട് പറയണേ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു. അയാളോട് നബി പറഞ്ഞെന്താണ്? 5 നേരം നിസ്കരിച്ചാനാണ് പറഞ്ഞത്. തൗഹീദ് പറഞ്ഞു, 5 നേരം അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ, 5 നേരം നമസ്കരിക്കണം എന്ന് പറഞ്ഞു, റമളാനിന് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞു. അയാൾ ദരിദ്രനായതുകൊണ്ട് സക്കാത്തിനെ പറ്റി ഹജ്ജിനെ പറ്റി അയാളോട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകുമ്പം അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരാളമാണെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞത്. ഒരു മിനിമം സ്വർഗത്ത് പോകാനുള്ള റിക്വയർമെൻ്റ് ആണത്. വലിയ കുരുത്തക്കേട്, ഇനിയിപ്പോൾ അബദ്ധങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു തന്നെ വിചാരിക്കുക, നിരാശപ്പെടേണ്ടെന്നാണ്. പടച്ചോൻ പുറത്തു തരുന്നതാണ്. ആകാശത്തിൻ്റെ ഉച്ചിയോളം പാപങ്ങൾ ചെയ്താലും അള്ളാഹു മുഴുവൻ പുറത്തു തരും. നിലപാട് നന്നാക്കി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി ശിഷ്ടജീവിതം നന്നാക്കി തീർത്താൽ അത് മുഴുവനും പടച്ചോൻ പുറത്തു തരും. അങ്ങനത്തെ ആരെ നിങ്ങൾക്ക് കാണാൻ പറ്റുക? അല്ലേ? നിങ്ങളോട് അക്രമം ചെയ്ത ഒരാൾക്ക് നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ എത്ര പറ്റും? നിങ്ങളെ വാപ്പാനെ കൊന്നൊരാളെ, നിങ്ങളെ മക്കളെ കൊന്നൊരാളെ നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ? കഴിയോ സഹോദരങ്ങളെ? പക്ഷേ എല്ലാം മാപ്പ് നൽകുന്നവനാണ് അള്ളാഹു. പക്ഷേ ശിഷ്ടജീവിതം നന്നാക്കി ആത്മാർത്ഥമായി തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിലപാട് നന്നാക്കി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അതൊക്കെ മായ്ച്ചു കളയുമെന്നാണ്. ഇതൊക്കെ മായ്ച്ചു കളഞ്ഞ് അള്ളാഹു ഇതൊക്കെ പുറത്തു തരുമെന്നാണ്. അത്രയും കാരുണ്യവാനായൊരു റബ്ബ്. അല്ലേ? ഈ ഖുർആൻ അങ്ങനെ ഓതുമ്പോൾ നോക്കി എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സ്വർഗം സ്വർഗവാസികൾ, നരകം നരകവാസികൾ, ആരാണ് വിശ്വാസികൾ, ആരാണ് അവിശ്വാസികൾ, ആരാണ് മുനാഫിക്ക്, ആരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ, ആരാണ് നരകത്തിൻ്റെ ആളുകൾ, എന്താണ് സ്വർഗാവകാശികളും നരകാവകാശികളും തമ്മിൽ നടക്കുന്ന സംഭാഷണം. അതിൽ അവർ പറയണെന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് ഈ സ്വർഗത്തിലെത്തി, നിങ്ങൾ എന്തുകൊണ്ട് ഈ നരകത്തിലെത്തി? ഇതൊന്നും നടന്നതല്ല. നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തികച്ചും യാഥാർത്ഥ്യം, ഒരു സിനിമ, ഒരു സംഭവം, റിയൽ സ്റ്റോറി നടക്കണ പോലെയാണ് അള്ളാഹ് പറഞ്ഞു തരുന്നത്. എന്ത്? സ്വർഗാവകാശികളും നരകാവകാശികളും ഇങ്ങനെ വർത്താനം പറയാ. എന്നിട്ട് പറയാ നിങ്ങൾ എന്താ പെടുത്തി? അപ്പൊ പറയാണ് ഞങ്ങൾ നമസ്കരിക്കുന്നവരായില്ല, അല്ലേ? ഞങ്ങൾ സക്കാത്ത് കൊടുത്തില്ല, ഞങ്ങൾ നമസ്കരിച്ചില്ല. അപ്പൊ എന്താണ്? നിസ്കരിക്കാൻ ഞാൻ നരകത്തിലെത്തുന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രയും കൃത്യമായിട്ട് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ വഴിപഴച്ചു പോയാൽ സഹോദരങ്ങളെ അത് നമ്മുടെ കുറ്റം തന്നെയാണ്. നാളെ പരലോകത്ത് നമ്മളത് ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് അത്രയും കാരുണ്യവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സിറാത്തുൽ മുസ്തഖീം കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാരെ നിയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അല്ലേ? പ്രവാചകന്റെ ജീവിതം അത് അടയാളപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. പ്രവാചകൻ എപ്പോൾ ചിരിച്ചു, എപ്പോഴാണ് ആ മുഖം ചുവന്നത്, ആ ചിരിച്ചപ്പോൾ എത്ര പല്ല് കണ്ടു. ലോകത്തിലെവിടെ സഹോദരങ്ങളെ ഈ ഭൂമുഖത്ത് ജീവിച്ച ഒരു മനുഷ്യൻ അത്രയും ജീവിതം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരാളുടെ പേര് പറഞ്ഞേരി. എപ്പോഴൊക്കെയാണ് മുഖം ചുവന്നത്, ചിരിച്ചപ്പോൾ എത്ര പല്ല് കണ്ടു, എപ്പോഴൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടത്, എപ്പോഴൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് കാല് വെച്ച് കയറിയത്, ഇടത് കാല് വെച്ച് കയറിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് കിടന്നത്, എപ്പോഴാണ് ഒതുവെടുത്തത്, ഒതുവെടുത്തപ്പോൾ എന്താണ് ആദ്യം ഓരോ ആ ജീവിതം മുഴുവനും ഒപ്പിയെടുത്തു എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം എന്നാണിത് ഒപ്പിയെടുത്തത്. ക്യാമറ ഇല്ലാത്ത കാലത്താണ്, സീഡി ഇല്ലാത്ത കാലത്താണ്, വോയിസ് ക്ലിപ്പ് ഇല്ലാത്ത കാലത്താണ്, മൊബൈൽ ഇല്ലാത്ത കാലത്താണ്. ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ ജീവിതം കൃത്യമായി ഒപ്പിയെടുത്ത് വള്ളി പുള്ളി മാറ്റല്ലാതെ നമ്മുടെ മുമ്പിൽ ജീവസുറ്റതായി ഇങ്ങനെ നിൽക്കുകയാണ്.
അതുകൊണ്ട് ഈ സിറാത്തുൽ മുസ്തഖീം അത്രയും വാളിയാണ്, അത്രയും വിശാലമാണ്, വ്യക്തമാണ്. ലൈലുഹ കനഹാരിഹ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞത്. എന്താണ്? അതിൻ്റെ രാത്രി പകൽ പോലെ വെളിച്ചമുള്ളതാണ്, ഒരു അവ്യക്തതയില്ല അതിൽ. അതുകൊണ്ട് അത്രയും ഇത് നമ്മളോടുള്ള കാരുണ്യമാണ്. തലമുറകളിലൂടെ നൂറ്റാണ്ടുകളായിട്ട് അതിലൊരു മാറ്റം വരാതെ നമ്മുടെ മുമ്പിൽ ഇസ്ലാമിക പൈതൃകം അങ്ങനെ വിശാലമായി തുറന്ന് കിടക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ജീവിക്കാനും പാകത്തിന് ഒരു പറ്റം ആളുകൾ അത് മുന്നേ ജീവിച്ച് പൂർണ്ണമായി അന്വർത്ഥമാക്കി ജീവിച്ച് മാതൃകകളായി മുമ്പിൽ നിൽക്കുകയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. എന്താണ് അതൊക്കെ? മുഹാജിറുകളും അൻസാറുകളുമായ ഒരു കൂട്ടം ആളുകൾ അതിനെ ജീവസുറ്റതാക്കി നിലനിർത്തി വെച്ചേക്കാണ്. അതിലൊരു മാറ്റില്ല. ആ ഖുർആന്റെ ആയത്ത് എവിടെ, ആർക്ക്, എപ്പോൾ, ഏത് വിഷയത്തിൽ ഇറങ്ങിയെന്നു വ്യക്തമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തും അത് ജീവനുള്ളതാണ്. അതിലെ കൽപ്പനകൾ ഓരോ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്. ആ കൽപ്പനകളെ അന്വർത്ഥമാക്കി ജീവിച്ച ഒരു തലമുറ മുമ്പേ നടന്നു പോയിട്ടുണ്ട്. അത് വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള മാർഗങ്ങൾ ഇന്ന് മുമ്പത്തെക്കാളേറെ വിശാലമാണ്. നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാം, ഒരു സ്ഥലത്ത് പോയിരുന്ന് പഠിക്കാം. പഠിച്ചാൽ ഇന്നിപ്പോൾ ഓരോ ആയത്തെടുത്താലും ആ ആയത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് മെസ്സേജാണ് നൽകാനുള്ളത് വരെ ഇന്ന് കൃത്യമായിട്ട് നമുക്ക് മൊബൈലിൽ നോക്കിയാൽ കിട്ടും അല്ലേ? ഒരായത്ത് ഇപ്പം ഇന്ന് രാവിലെ ഓതിയാൽ ആ ആയത്തിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റാണ് ഉണ്ടാകേണ്ടത് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞുതരും. അത്രയും വിശാലമായൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ അള്ളാഹു നമ്മളോട് കാണിച്ച വലിയ കാരുണ്യമാണ് സഹോദരങ്ങളെ. ആ അള്ളാഹുവിനെ, കാരുണ്യവാനായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഒരു മടക്കമുണ്ട്. എൻ്റെ റബ്ബെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നാളെ അവൻ എനിക്ക് അതിന് പ്രതിഫലം നൽകുമെന്ന ബോധത്തോടുകൂടി, ക്ഷമയോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ മടക്കയാത്രക്ക് ഏത് സമയത്തും തയ്യാറായി ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഒരു സെക്കൻഡ് പോലും ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതാണ് ഒരു വിശ്വാസി, അതായിരിക്കണം ഒരു വിശ്വാസി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന ളലംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تجعلنا مصيبتنا في ديننا. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخوان المجاهدين المستضعفين في كل مكان. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.